ഏത് സംസാരത്തിലും ഒരേ സത്യമാണ് പ്രകാശിപ്പിക്കുക. അങ്ങനെ സത്യസ്വരൂപനായിരിക്കുന്ന അങ്ങ് സ്വദൃശ, അങ്ങയ്ക്ക് മാത്രമേ അവനവനെ കാണാനുള്ള കണ്ണുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നമുക്കൊക്കെ കണ്ണുണ്ട്. ആ കണ്ണ് എന്തിനെ കാണാനാ? നാമല്ലാത്ത മറ്റേതിനെ കാണാനാ. നിങ്ങളുടെ കണ്ടുകൊണ്ട് നിങ്ങളെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് പറയും. Whatever Srikrishna has spoken now and he is going to speak hereafter will embody the ultimate instructions which a human soul embodied upon this earth will have to imbibe, absorb, actualize and realize. ഭൂമിയിൽ ശരീരത്തോടുകൂടി ശരീരധാരണത്തോടുകൂടി ഉള്ള ഏത് ജീവനും അന്തിമമായി ഉൾക്കൊള്ളാനും സംലയിപ്പിച്ച് തന്നിലേക്ക് സ്വാംശീകരിച്ചെടുത്ത് സാക്ഷാത്കരിക്കാനുമുള്ള ഒരു അന്തിമോപദേശമാണ്. നോക്കൂ, ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് ഈ അന്തിമോപദേശം നൽകുന്നത്. അത് ആവശ്യപ്പെട്ട ഉദ്ധവൻ എങ്ങനത്തവൻ, അത് പറയാൻ പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണപരമാത്മാവ് എങ്ങനത്തവൻ, രംഗമെന്ത്, ആവശ്യമെന്ത് മുൻപിൽ. പരീക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം 7-ാം ദിവസം മരിക്കാൻ പോണു എന്നുള്ളതാണ് അവിടുത്തെ രംഗം. അത് പിന്നീട് സംഭവിച്ചതാണ്. ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം 7 ദിവസം കഴിഞ്ഞാൽ ദ്വാരക മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. ആരെയും പാമ്പ് കടിക്കാനോ മരിക്കാനോ ഒന്നും പോണില്ല. പരീക്ഷത്ത് അവിടെ ഇരുന്ന് പാമ്പ് കടിക്കുന്നത് വരെ ഇരുന്ന് ആ തീയിൽ വെന്തുപോയി എന്ന് പറഞ്ഞുവല്ലോ. ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവന് ഇരിക്കാൻ പോകുന്നില്ല, പോകുകയാണ്. ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. അപ്പോൾ എത്ര ഭംഗിയായി ഇത് അവതരിപ്പിക്കുന്നു. ഈ ഉപദേശത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ ഹിന്ദുമതത്തിലോ ഭാരതീയമായിരിക്കുന്ന സനാതനധർമ്മത്തിലോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഭഗവത്ഗീത 700 ശ്ലോകങ്ങളുള്ളത്. ആ ഭഗവത്ഗീത വിധിയാണെങ്കിൽ ഇത് വിധി ശേഷമാണ് എന്ന് പറയും. എല്ലാം വിവരിച്ച് പറയുക. അതങ്ങനെയായല്ലോ. ഇനി എനിക്ക് പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ കാര്യത്തിലുണ്ട്. എന്താണത്? നമ്മുടെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ആയിരുന്നു പോൽ. മുൻകാലത്ത് സ്ഥിതിഗതികൾ ഇങ്ങനെയായിരുന്നു. വ്യക്തികളും കുടുംബങ്ങളും സമാജവും ഭരണകർത്താവും പ്രജകളും എല്ലാം ഇങ്ങനെയാണ് പെരുമാറിയത്. ഇതിഹാസം എന്നൊക്കെയാണ് പറയുക. ഇതിഹാസം. ആ ഇതിഹാസം നിരത്തുന്ന 3 ചരിത്ര സംഭവങ്ങളുണ്ട്. 3 ഏതൊക്കെയാ 3? ആദ്യമായിട്ട് ത്രേതായുഗത്തിൽ 16 വയസ്സായ ശ്രീരാമനെ അയോധ്യയിലിരുത്തി അച്ഛനമ്മമാരോടും മന്ത്രിമാരോടും പൗരപ്രമുഖരോടും കൂടിയിരുത്തി ശ്രീരാമന് തുറന്ന കാലത്ത് ഉദയം മുതൽക്ക് വൈകുന്നേരം അസ്തമനം വരെ 18 ദിവസം ഉപദേശിച്ച ഒരു സംഭവമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. തീർത്ഥയാത്ര കഴിഞ്ഞ് വളരെ വിഷണ്ണനായി രാമനിരുന്നപ്പോൾ വിശ്വാമിത്രൻ വന്നു കൂട്ടിക്കൊണ്ടു പോകാൻ. എങ്ങനെ പറഞ്ഞയക്കുന്നായി. അങ്ങനെ ശ്രീരാമനെ വരാൻ പറഞ്ഞ് വസിഷ്ഠർ ഉപദേശിച്ചതാണ് രംഗം. അന്ന് ശ്രീരാമന് 16 വയസ്സാണ്. പ്രായമൂപ്പും കൂടി വന്നു എന്ന് പറഞ്ഞുകൂടാ. ആ ഉപദേശം കേട്ടതിന് ശേഷമാണ് ശ്രീരാമൻ്റെ വ്യക്തിത്വം ഉള്ളുകൊണ്ട് വികസിച്ച് പൂർണ്ണമായത്. ഈ ജീവിതത്തിൽ വരാൻ പോകുന്ന എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ, വെല്ലുവിളികളുണ്ടോ, ആഹ്വാനങ്ങളുണ്ടോ, സമ്മർദ്ദങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടോ, അത് മുഴുവനും നേരിടാനും സംലയിപ്പിച്ചെടുക്കാനും പറ്റിയ തരത്തിലുള്ള ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിൻ്റെ ആ അച്ചുമട്ടും കൃത്യവുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അന്ന് ശ്രീരാമന് 16 വയസ്സ് പ്രായമാണ്. വലിയ ജീവിതാനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ജീവിതാനുഭവങ്ങളെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഉണ്ടായത് അവിടെ. 16 വയസ്സ് അയോധ്യയിൽ വെച്ചിട്ടാണ് നടന്നത്. പിന്നെയോ ദ്വാപരയുഗത്തിൽ അർജുനനോട് എത്രയായിരുന്നു അർജുനന് വയസ്സ്? മധ്യവയസ്കൻ. കൃഷ്ണനും ഏതാണ്ട് സമാന വയസ്സാണ്. അർജുനനെ ഉപദേശിച്ചത് ഏതാ രംഗം? നല്ലപോലെ ആലോചിക്കൂ. 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടി പാശുപതാസ്ത്രം വരെ സമ്പാദിച്ചു വന്നിരിക്കുക. അപ്പം അപ്രതീക്ഷിതമായിട്ടൊന്നുമില്ല മഹാഭാരത യുദ്ധത്തിൽ, കുരുക്ഷേത്രത്തിലെ ദൃശ്യത്തിൽ. അവിടെ ചെന്ന് ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിൽ കൊണ്ടുപോയി നിർത്തി. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂനിധി. തേര് കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞു. സൈന്യത്തെ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നായി. ശംഖുവിളിയും യുദ്ധകാഹളങ്ങളും ഒക്കെ മുഴക്കിയതിന് ശേഷമാണ് കേട്ടോ. കൃഷ്ണൻ ഒന്ന് പറഞ്ഞാൽ 2 ചെയ്യുമല്ലോ. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിലാണ് കൊണ്ടുപോയി നിർത്തിയത്. എന്നിട്ട് പറഞ്ഞു, നല്ലോണം നോക്കിക്കോളൂ എന്ന്. ഭീഷ്മരോടും ദ്രോണരോടും യുദ്ധം ചെയ്യണം എന്ന് വന്നപ്പോൾ അർജുനൻ്റെ മനസ്സ് കിഴുതാളം മറിഞ്ഞു. അങ്ങനെ കരയാൻ തുടങ്ങി. ശരീരം മുഴുവനും ചുട്ടുനീർന്നു. വായയിൽ ഉമിനീരില്ല. നാടിഞരമ്പുകളൊക്കെ തളർന്നു. പരവശനായി. ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി.
അർജുനൻ പറയാണ്, ഗാണ്ഡീവം സ്രംസദേഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. എന്തു പറയുന്നു? ശരീരം തളർന്നു, സപ്തനാഡികളും തളർന്നു, വായ വരണ്ടു, മനസ്സ് ഭ്രമണം ചെയ്യണു, ബുദ്ധി യുദ്ധം ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നു. ഇനി ഒരു മനുഷ്യനിൽ എന്താ ബാക്കിയുള്ളത്? ശരീരം, മനസ്സ്, ബുദ്ധി. ഇതൊക്കെ വിപരീത. അപ്പം ഈ ശരീരവും മനസ്സും ബുദ്ധിയും കൂടാതെ എന്തെങ്കിലും ഒന്ന് നേടാനോ ഗ്രഹിക്കാനോ ഉണ്ടെങ്കിൽ അത് മാത്രമേ അർജുനനെ സഹായിക്കുള്ളൂ എന്നുള്ള നിലയാണ്. അങ്ങനെ അങ്ങോട്ട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് അമ്പും വില്ലും താഴത്ത് വെച്ചിരുന്നപ്പോൾ ഉടനെ കൃഷ്ണൻ പറയുക, ഇത് സമ്മതിക്കില്ല. അർജുനൻ വിചാരിക്കുന്നു ഇത് കൃപയാ പരയാവിഷ്ടോ വിഷീതന്നിതമബ്രവീത് എന്നാണ് സഞ്ജയൻ്റെ വിവരണം. അർജുനൻ്റെ മനസ്സിൽ വലിയ ഒരു കൃപയാണെന്നാണ് പറയുന്നത്. ആ കൃപയല്ല ഇതിന് കാരണം. ഇത് മനസ്സിൻ്റെ ദുർബലതയാണ്, ഹൃദയ ദൗർബല്യമാണ്, ഇത് ക്ലൈബ്യമാണ്, ഇതിനെ വിട്ട് ഉയരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അർജുനൻ്റെ ഒരു മാറ്റം വന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനാണല്ലോ ഇങ്ങനെ വിമർശിക്കുന്നത്, അപ്പോൾ അത് സത്യമാകും എന്ന് പറഞ്ഞ് ഞാൻ ഇനി ഭീഷ്മരെയും ദ്രോണരെയും പറ്റി ഒന്നും മിണ്ടില്ല, സ്വജനങ്ങളെ പറ്റിയൊന്നും മിണ്ടില്ല. പക്ഷേ എനിക്ക് ധാർമ്മികമായിട്ടുള്ള സംശയമുണ്ട്. അങ്ങ് പറഞ്ഞ മാതിരി ഈ യുദ്ധം എങ്ങനെ ചെയ്യും? ഇതിന് എൻ്റെ മനസ്സ് സമ്മതിക്കുമോ? എൻ്റെ ബുദ്ധി സമ്മതിക്കുമോ? എനിക്കിതിന് വേണ്ടത്ര ഉത്സാഹമുണ്ടാവുമോ? അതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞ് അർജുനൻ ഒരു നിവേദനം നൽകുന്നു. ഇവിടെ എന്താ നിവേദനം നൽകിയത്? തസ്മാത് ഭവന്തമനവദ്യമനന്തപാരം സർവജ്ഞമീശ്വരമകുണ്ഠ വികുണ്ഠധിഷ്ണ്യം നിർവിന്നധീരഹമുഖവൃജിനാഭിതപ്തോ നാരായണം നരസഹം ശരണം പ്രപദ്യേ എന്നാണ് ഉദ്ധവൻ്റെ നിവേദനം. അതേമാതിരി അർജുനനും ആദ്യത്തെ ഉപദേശം കേട്ട് തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷം അർജുനൻ പറയുകയാണ്, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഇത് എൻ്റെ സാമർഥ്യം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ ഈ കാര്യം പരിഹരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അങ്ങ് പറയണ 64 അക്ഷരം ഞാൻ കേട്ടു ഉപദേശം. ആ ഉപദേശത്തിൽ നിന്ന് എൻ്റെ നിലപാട് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. തെറ്റാണെന്ന് മനസ്സിലായാലും ശരി എന്താണെന്ന് എനിക്ക് പിടിപെട്ടിട്ടില്ല. അതുമാത്രമല്ല, ആ ശരി എനിക്കുള്ള വിഷമങ്ങളൊക്കെ പരിഹരിക്കണം. എന്താ വിഷമം? എൻ്റെ ശരീരത്തിൻ്റെ തളർച്ച, നാഡിഞരമ്പുകളുടെ കുഴക്കം, മനസ്സിൻ്റെ ഭ്രമണം, വായയുടെ വരൾച്ച, ബുദ്ധി എന്നെ തെറ്റായി ഉപദേശിക്കുന്ന ആ ബുദ്ധി എന്ന് തന്നെ പറയട്ടെ, അങ്ങനെ ഒന്ന്. ഇതൊക്കെ മാറ്റി എന്നെ ശരിയാക്കണമല്ലോ. ആ ശരിയാക്കാൻ ഞാൻ കൂട്ടിയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയാണ്, കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഈ ഉദ്ധവൻ ഇവിടെ പറഞ്ഞതിന് സമാനമായിട്ട് ഞാൻ മറ്റത് കാണിച്ചു തരിക. നിങ്ങളിത് ശ്രദ്ധിക്കുമോ പ്രേക്ഷകരെ? എല്ലാവരോടും പറയണം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലും ഭാരതീയ ധർമ്മകഥനത്തിലും പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണിത്. ഈ 3 സംഭവങ്ങളിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഉൾപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് 16 വയസ്സായ ശ്രീരാമൻ എന്ന് പറഞ്ഞു. ഇവിടെ മധ്യവയസ്കനായിരിക്കുന്ന അർജുനൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് രാമൻ്റെ ചരിത്രം പറയാം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഉദ്ധവൻ്റെ നിങ്ങളിവിടെ കേട്ടു. പ്രായപൂർത്തി വന്നിട്ടുള്ള ഉദ്ധവൻ ഒരു 110 വയസ്സോ 115 വയസ്സോ ഉദ്ധവനായി കാണും. അർജുനനോ 40, 45, 35 വയസ്സായി. അപ്പം 3 ആൾക്കാരാ. ഒന്ന് യുവത്വം കൈവന്നിട്ടില്ലാത്ത ശ്രീരാമൻ, മധ്യവയസ്കിൽ ആറാടി നിൽക്കുന്ന അർജുനൻ, പ്രായപൂർത്തി വന്ന് പരിഭാഗം ധാരാളമായിട്ടുള്ള ഉദ്ധവൻ. ഇവർ 3 പേരെ പറഞ്ഞാൽ പിന്നെ മനുഷ്യനിൽ ഇനി എന്താ ബാക്കി? ഒന്നുമില്ലല്ലോ, എല്ലാം ആയല്ലോ. അപ്പം അർജുനൻ പറയുന്നത് ഇതാണ്, കാർപ്പണ്യദോഷോപഹത സ്വഭാവ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തളർച്ചയോ ഒരു വിഷമമോ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം കാർപ്പണ്യദോഷമാണ്. ഈ കാർപ്പണ്യം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പരമപ്രകാശം, പരമവിസ്താരം. ആ വിസ്തൃതമായിരിക്കുന്ന ആ പ്രകാശത്തെ അറിയാതെ ആരാരെല്ലാം ലോകത്തിൽ നിന്ന് പോകുന്നുണ്ടോ സകൃപണഃ എന്ന് ഗാർഗിയോട് പറയുന്നു ഛാന്തോഗ്യോപനിഷത്തിൽ. ആത്മാനം അവിദുത്വ, പരമാത്മാ എന്ന് പറയുന്ന പരമവിസ്താരം ആകാശം പോലെ വിസ്തൃതമായി കിടക്കുന്ന ഒരു വിശേഷപ്പെട്ട സത്യമാണ്. അതാണ് ലോകത്തിന് എല്ലാറ്റിനും സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് നിദാനമായിട്ടുള്ളത്. അതിനെ മനസ്സിലാക്കാതെ ഈ ചെറുത്
തുച്ഛമായിരിക്കുന്ന കാര്യങ്ങൾ, എന്ത്, ഒരു വീട്, 2 കുട്ടികൾ, 4 ബന്ധുക്കൾ, ഒരു ഉദ്യോഗം, എല്ലാം കൂടി ഒരു 75 വയസ്സോ 80 വയസ്സോ ജീവിതവും ലോകത്തിനോട് തട്ടിച്ചു നോക്കിയാൽ ഇത് വലിയ കാര്യമായോ? ലോകത്തിൽ എത്രയുണ്ടോ അതിൻ്റെ കടുകുപോളം കൂടി ആയിട്ടില്ല. അങ്ങനെ ഒരു കടുക് കയ്യിൽ കിട്ടി, എന്നോളം പൊന്ന ആരുക്കുണ്ട്, എന്നോളം പൊണ്ണ ആരുക്കുണ്ട് എന്ന് കാക്ക പറയണമാതിരി, കുരുവി പറയണമാതിരി പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഞാൻ കേമന കേമിയ എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കേമത്തായോ? ഒക്കെ പിശുക്കന്മാരാ, കൃപണന്മാരാ. ഈ പിശുക്ക് എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? കയ്യിൽ ധാരാളം ഉണ്ട്, ചെലവ് ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് നിങ്ങളുടെ ഒക്കെ വിഷമം. എന്താ കയ്യിലുള്ളത്? ശരീരമല്ല, അതെല്ലാവർക്കും അറിയാം. മനസ്സുമല്ല, ബുദ്ധിയല്ല. മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും മേലെ കിടക്കുന്ന ഒരു ആത്മാവുണ്ട്. അതാണ് പരമധനം. ആ ധനം എടുത്താൽ ഒടുങ്ങില്ല. വ്യയേകൃതേ വർദ്ധതയേവ നിത്യം വിദ്യാധനം സർവധനാത് പ്രധാനം. മാർച്ച് മാസം 22-ാം തീയതി തുടങ്ങിയതാണ് ഈ സംപ്രേഷണം. ഭൂമാനന്ദ സ്വാമിജ ഇതുവരെ എത്തിച്ചു. ഇപ്പോൾ ഈ സംപ്രേഷണം നടത്തിയത് ഉള്ളിലുള്ള ഒരു ധനം എല്ലാവർക്കും വിതരണം ചെയ്യലാണ് ഈ സംപ്രേഷണം വഴി ഞാൻ ചെയ്യുന്നത്. കേട്ടുവോ നിങ്ങൾ ഞാൻ പറയുന്നത്? ഇതെന്താ, അത് അങ്ങനെയൊന്നും തോന്നുന്നില്ലേ? തോന്നണം. എൻ്റെ ഉള്ളിൽ വലിയ ഒരു ട്രഷറുണ്ട്, ഒരു ധനം, ഒരു നിധി, ആത്മനിധി. ആ ആത്മനിധി എങ്ങനെയാ വെളിപ്പെടുക? അറിവ് രൂപത്തിൽ, ഉണർവ് രൂപത്തിൽ, അനുഭവ രൂപത്തിൽ, ഉപലബ്ധി രൂപത്തിലാണ് വെളിപ്പെടുക. ആ ഉപലബ്ധി രൂപത്തിൽ എൻ്റെ കയ്യിലുള്ളതായ ആ നിധിയാണ് ഞാൻ ഈ ശബ്ദങ്ങളിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവെച്ച് തരണത്. മാർച്ച് 22-ാം തീയതി മുതൽ പങ്കുവയ്ക്കണു. അതല്ലെങ്കിൽ 55 കൊല്ലമായി പങ്കുവെച്ച് വരികയാണ് ഞാൻ. ഇന്നേ വരെ എനിക്ക് വല്ല കുറവ് തിന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങൾക്ക് പണമാണ് 500-ൻ്റെ 1000-ത്തിൻ്റെയും നോട്ട് അങ്ങോട്ട് എടുത്ത് തന്നു എന്ന് വെച്ചാൽ ബാക്കി ഉണ്ടാവും. അത് കുന്നായാലും എടുത്താൽ കുഴിയും. ഇതാ നിങ്ങൾ ആലോചിക്കണേ, കുന്നായാലും എടുത്താൽ കുഴിയുന്ന്. അപ്പം നിങ്ങൾക്ക് എത്ര പണം ഉണ്ടെങ്കിലും എന്താ കാര്യം? ആ പണം ചെലവ് ചെയ്യുമ്പോൾ തീർന്നു പോവില്ലേ? പോവും. ഇതങ്ങനെയല്ല. വ്യയേകൃതേ വർദ്ധതയേവ നിത്യം. എത്ര ചെലവ് ചെയ്താലും വർദ്ധിക്കുന്നതാ. അങ്ങനെ ഒരു നിധിയുണ്ട്. ഈ നിധി എനിക്ക് മാത്രമേ ഉള്ളൂ? അല്ല. നിങ്ങൾക്കൊരു ശരീരമുണ്ടല്ലോ, മനസ്സോ ബുദ്ധിയോ അതുമുണ്ട്. അതിനപ്പുറത്തൊരു അഹങ്കാരമില്ലേ? അതിൻ്റെയും അടിത്തട്ടിലുള്ളതോ ആധാരമായിട്ടുള്ളതോ അധിഷ്ഠാനമായിട്ടുള്ളതോ ആണ് ആത്മാവ്. ആ ആത്മാവാണ് നിങ്ങളുടെ ശരിയായ ധനം. അതിനെ അറിയാതെ, അതിനെ ഉണരാതെ, അതിനെ സാക്ഷാത്കരിക്കാതെ, അതിൻ്റെ ഉപലബ്ധി വേണ്ടത്ര കൈവരിക്കാതെ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പോയി എന്നുണ്ടെങ്കിൽ ആ പോക്ക് എങ്ങനെയാ? കാക്കിയും പൂച്ചയും പട്ടിയും പോത്തും ചെമ്പോത്തും പോകുന്ന മാതിരിയാണ്. അതാണ് കൃപണ ശബ്ദത്തിനർത്ഥം. അപ്പം സാധാരണ ഈ കാർപ്പണ്യത്തിന് എന്താ? ഇടുക്കം. ആ മനസ്സിൻ്റെ ഇടുക്കമാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. ആയി, ഒക്കെ ആയി. ഇങ്ങനെ ധരിക്കുന്നുണ്ടല്ലോ. ഈ ധാരണയാണ് പിശക്. യു ഹാവ് ആക്സസ് ടു സംതിങ് ഇൻടെർമിനബിൾ, ഇൻഎക്സോസ്റ്റിബിൾ, സംതിങ് ദാറ്റ് ഈസ് ഇൻഫിനിറ്റ്. Such a grandeur, such a splendor, such a great treasure is there within all of you. If you don't make any effort to achieve it, to realize it, to experience it, and float in its ecstasy, do you think you have fulfilled the human role? Certainly not. Never, never, never. വലിയ ഒരു നിധി കൈക്കലാക്കാനുള്ള സമയവും സംഭാവ്യതയും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആ നിധിയുടെ അടുത്തൊന്ന് എത്തി നോക്കാതെ ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് കാക്കയും പൂച്ചയും പട്ടിയും മാതിരി അങ്ങോട്ട് വിട്ടുപോയി എന്നുണ്ടെങ്കിൽ ഉറുമ്പരിക്കാൻ മാത്രമുള്ള ഒരു ദേഹത്തെ വിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ആളെ എന്താ പറയുക? കൃപണൻ എന്ന് തന്നെയാണ് പറയുക. അപ്പം നമ്മളുടെ മനസ്സിലുള്ളതെല്ലാം കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷമാണ്. കാതര്യത എന്നാണ് വേറെ ഒരു വാക്ക്. പിശുക്ക്. പിശുക്ക് കയ്യിലൊന്നും ഉണ്ടായിട്ടും അത് സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് കുട്ടികൾക്ക് പോലും വേണ്ട കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കാൻ സമ്മതിക്കാത്ത ചില പണക്കാരുണ്ട് ഇവിടെ. അങ്ങനെ കാർപ്പണ്യദോഷോപഹത സ്വഭാവ. എൻ്റെ സ്വഭാവം കാർപ്പണ്യദോഷത്താൽ അപഹതമാണ്. എന്താ അതിനർത്ഥം? കൃഷ്ണ, അങ്ങ് സാരഥിയാണ്. അങ്ങ് തെളിച്ചാലേ എനിക്കിവിടെ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. കുതിരകൾ അങ്ങയുടെ കയ്യിലാണ്, വഴി അങ്ങയുടെ കയ്യിലാണ്. ആരാരോടുകൂടി യുദ്ധം ചെയ്യണമോ അതൊക്കെ നോക്കിക്കണ്ട് കുറേയൊക്കെ ഞാൻ പറയും, സാരഥിക്കും അറിയാവുന്നതാണ്. അങ്ങനെ കൊണ്ടുപോയി യുദ്ധം ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ യുദ്ധത്തിൽ ഞാൻ മാത്രമല്ല പങ്കാളി, എന്നെപ്പോലെ എന്നേക്കാൾ മേലെയുള്ള ഒരു റോള് അങ്ങയ്ക്കുണ്ട്. അങ്ങ് നേരെ മറിച്ച് ഈ യുദ്ധം നോക്കി കാണുമ്പോഴോ വേറെ ഒരു തരത്തിലാണ് കാണുന്നത്. എനിക്ക് മാത്രമേ ഇവിടെ കൃപയാ പരയാവിഷ്ടോ എന്ന് പറഞ്ഞത് വന്നുള്ളൂ.
അങ്ങയ്ക്കതില്ല. ഞാൻ വിതുമ്പുന്ന സമയത്ത് കൃഷ്ണ അങ്ങ് മന്ദസ്മിതനായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പം അങ്ങയുടെ ദൃഷ്ടിയൊന്ന് വേറെയാണ്. അങ്ങയുടെ ദൃഷ്ടി വിശാലമാണ്, എൻ്റെ ദൃഷ്ടിയോ വികൃതമാണ്, ഇടുങ്ങിയതാണ്. അപ്പം ആ ഇടുക്കം എന്ന് പറയുന്ന വീക്ഷണ ദോഷമുണ്ടല്ലോ, ആ ദോഷത്താൽ അപഹത സ്വഭാവ, കെടുത്തപ്പെട്ട പ്രകൃതിയോടുകൂടിയ ഞാൻ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ, അങ്ങയോടിതാ ചോദിക്കുന്നു. എങ്ങനെ? പൃച്ഛാമി, ഞാൻ ചോദിക്കുന്നു. അർജുനൻ വായ തുറന്ന് പറയുക, ഉദ്ധവൻ ചോദിക്കുന്ന മാതിരി. ധർമ്മസമ്മൂഢചേതാഃ, ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സ്, ധർമ്മസമ്മൂഢമായിരിക്കുന്ന മനസ്സ്. ധർമ്മവിഷയത്തിങ്കിൽ ഏത് ശരി ഏത് തെറ്റ്, യുദ്ധം ചെയ്യണോ ചെയ്യണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് സമ്മൂഢനാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഉപായപ്പെട്ടുള്ള മൂഢല്ല, ആണ്ട് കിടക്കുന്ന മോഹം, അറിയാൻ പറ്റാത്തൊരു മൗഢ്യം, മൂഢത്തിൻ്റെ അറിവില്ലായ്മ, വിഡ്ഢിത്തം. ആ മൂഢനായിട്ട് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. എന്താ ചോദിക്കണേ? ഒരു കാര്യം തീർച്ചയാണ്, എനിക്കൊന്നും മനസ്സിലായി, ഇതുവരെ മനസ്സിലായില്ല. ഞാൻ പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്തപ്പോൾ പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി പാശുപത അസ്ത്രം അങ്ങോട്ട് കയ്യിൽ കിട്ടിയാൽ അർജുനൻ പൂർണ്ണനായി എന്നാണ് എനിക്ക് തോന്നിയത്. ആ പാശുപതാസ്ത്രം പ്രയോഗിക്കാനും കൂടി പറ്റാത്തൊരവശതയാണ് എന്നെ പിടിപെട്ടിരിക്കുന്നത്. അപ്പോൾ പാശുപതാസ്ത്രം അടക്കം ഈ ലോകത്തിലുള്ള ഭൗതിക ലാഭങ്ങൾ ഒന്നും തന്നെ പുല്ല്, ഉണക്ക പുല്ല് ഒന്നിനും കൊള്ളില്ല. അത് വിട്ടൊരു ലാഭമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ശാസ്ത്രം വായിച്ച് പറയുമ്പോൾ കേട്ടിട്ടുണ്ട്, ശ്രേയസ്, ഇതൊക്കെ പ്രേയസിൽപ്പെട്ടതാണ്. താത്കാലികമായി സന്തോഷിപ്പിക്കുന്നതോ പ്രീതികരമായോ ഉള്ളതാണ്. ശാശ്വതമായിരിക്കുന്ന ഒരു ലാഭം, നേട്ടം, പ്രീതി, സന്തോഷം, സംതൃപ്തി, സൗഭാഗ്യം, സാഫല്യം എന്ന് പറയുന്നത് ശ്രേയസ്സാണ്. അപ്പോൾ എവിടെയാണ് ശ്രേയസ് കിടക്കുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തരണം. നിശ്ചിതം ബ്രൂഹി തന്മേ, എനിക്ക് വളരെ ഉറപ്പിച്ച് പറയണം. ഇടകലർത്തി പറയരുതേ, സംശയമുണ്ടാവത്തക്ക വിധത്തിൽ പറഞ്ഞു തരരുതേ. തെളിച്ചത്തോടുകൂടി അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയവും ഉണ്ടാവരുത്. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ഇതുവരെയോ ശ്യാലൻ, അളിയനായിരുന്നു. വില്ലാളി വീരൻ അർജുനൻ എന്നാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാ യുദ്ധങ്ങളും ഞാൻ ജയിച്ചിട്ടുണ്ട്. ഈ യുദ്ധം ജയിക്കാൻ വേണ്ടി പാശുപതാസ്ത്രം പരമശിവൻ തന്നിട്ടുമുണ്ട്. എല്ലാം കയ്യിലായി എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങയെ കൂടി സാരഥിയാക്കിയാൽ മുഴുവനായി, എൻ്റെ സ്വർണ്ണ കിരീടത്തിന് വേണ്ട പൊടിപ്പും മികവും ഒക്കെ ആയി എന്ന് വിചാരിച്ചു. ഇപ്പം മനസ്സിലാവണത് മറ്റൊരു തരത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയില്ലേ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണേ. ഒരു ഗുരു ശിഷ്യനെ എങ്ങനെ ഉപദേശിക്കുമോ അതുപോലെ ശാധിമാം ത്വാം പ്രപന്നം, അങ്ങയെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു ശിഷ്യനാണ്. ഒരു ശിഷ്യനെ ഒരു സദ്ഗുരു എങ്ങനെ ഉപദേശിക്കുമോ അതുപോലെ എന്നെ ഉപദേശിക്കൂ എന്ന്. പ്രേക്ഷകരെ, നിങ്ങൾ കേട്ടോ ഇത് രണ്ടും തമ്മിലുള്ള സാദൃശ്യവും അന്തരവും? ഉദ്ധവന് ലോകം വിട്ടു പോകുന്നതാണ് പ്രശ്നം, അർജുനന് കൊടും യുദ്ധം ചെയ്യുന്നതാണ് പ്രശ്നം. അവിടെ പ്രശ്നം. അർജുനന് കൊടുത്തിട്ടുള്ള ഉപദേശം ലോകം വിടാനല്ല, യുദ്ധഭൂമിയെ പരിത്യജിക്കാനല്ല. മുത്തശ്ശനും ആചാര്യനും അടങ്ങുന്ന സുശക്തമായിരിക്കുന്ന ഒരു സേനയെ നേരിട്ട്, എണ്ണം കൊണ്ട് 1.5 ഇരട്ടിയിൽ കൂടുതലാണ് ദുര്യോധനൻ്റെ സേന. 11 അക്ഷൗഹിണിയാണ് അവിടെ. ഇവിടെ 7 ഉള്ളൂ. 7ഉം 3.5 കൂടി അത്രയായി 10. അവിടെ 11 ഉണ്ട്. അപ്പോൾ തൻ്റെ സേനയേക്കാൾ എണ്ണത്തിൽ 1.5 ഇരട്ടിയിൽ അധികമുണ്ട് അവിടെ. അവിടെ നിൽക്കുന്നവരോ തലപ്പത്ത് നിൽക്കുന്നവരെല്ലാവരും. ഇവിടെ സൈന്യത്തലവൻ ആരാ? ദൃഷ്ടദ്യുമ്നനും ഭീഷ്മരും കൂടി പൊരുത്തപ്പെടുത്തിയാൽ എന്താ ഞാൻ പറയുക? ഒന്നൊരു പരുന്ത്, മറ്റതൊരു കൊതു, അത്ര വ്യത്യാസമുണ്ട്. ആ ഒരു യുദ്ധമാണ് ഇവിടെ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പറ്റാതെ പാരവശ്യം കൊണ്ട് പുലമ്പുകയാണ് അർജുനൻ. ആ അർജുനൻ ഈ യുദ്ധം ചെയ്യിക്കാനുള്ള ശക്തിയും സാമർഥ്യവും ഉൾസാന്നിധ്യവും മനസ്സാന്നിധ്യവും പ്രത്യുത്പന്ന മതിത്വവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഇവിടുത്തെ രംഗം. ആ 2 രംഗവും തമ്മിൽ വ്യത്യാസം നോക്കിക്കോളൂ. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. എത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അത് എഴുതിയതും വേദവ്യാസ മഹർഷിയാണ്. മധ്യവയസ്കനായിരിക്കുന്ന അർജുനൻ കർമ്മോദ്യുക്തനാകാതെ കർമ്മരംഗത്ത് വിഷണ്ണനായി തീർന്നപ്പോൾ ആ വിഷണ്ണത മുഴുവൻ മാറ്റി ആ അർജുനനെ ഉജ്ജ്വല മനസ്കനാക്കി ഉത്സാഹഭരിതനാക്കി തീർക്കാനുള്ളതായ ഒരു ഉപദേശം അവിടെ. ഉദ്ധവൻ ആവശ്യപ്പെടുന്നതോ തൻ്റെ മനസ്സിലുള്ള വ്യാമോഹങ്ങളൊക്കെ നീക്കി സ്വജനങ്ങളോടുള്ള രക്തബന്ധത്തോടും വിവാഹബന്ധത്തോടുമുള്ള ആ സ്നേഹപാശം മുഴുവനും വിട്ട്
ബദരികാശ്രമത്തിലേക്ക് പോകണം. പ്രായം വേണ്ടതായി, ഉദ്ധവൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് തന്നെ പറയാം. ആ സമയത്തും നമ്മുടെ മനസ്സ് പോകാൻ കൂട്ടാക്കണില്ല. മിക്കവാറും നിങ്ങളൊക്കെ ഈ ഉദ്ധവന്മാരാണ്. എത്ര കാലം ജീവിച്ചാലും 80-90 ആയാലും പിന്നെയും വിട്ടുപോവാന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്നാൽ നിങ്ങൾ പറ്റാതെ ഇരുന്നത് കൊണ്ട് ദേഹം വിഴാതെ ഇരിക്കുകയോ പ്രാണൻ നിൽക്കാതെ ഇരിക്കുകയോ ഇല്ല. ഏതായാലും സംഭവിക്കാൻ പോണു മരണം. എന്നാൽ അതിനെ ഒന്ന് സ്വീകരിച്ചുകൂടെ, ഒന്ന് ആലിംഗനം ചെയ്തുകൂടെ? അത് പറ്റണില്ല സ്വാമിജി. അത് പറ്റിക്കുന്നതാണ് സനാതനധർമ്മം, അത് സാധ്യമാക്കുന്നതാണ്. ഈ സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട സംഹിതയുണ്ടല്ലോ, ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ കാണില്ല. ആലോചിച്ചോളൂ. ഇതിഹാസം നിരത്തുന്ന 3 സംഭവങ്ങളുണ്ട്, ചരിത്ര സംഭവങ്ങൾ എന്ന് പറഞ്ഞു. അതിലിനി ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ. പ്രായപൂർത്തിയായിരിക്കുന്ന ഉദ്ധവൻ, മധ്യവയസ്കനായിരിക്കുന്ന അർജുനൻ, ഇനി 16 വയസ്സായിട്ടുള്ള രാമൻ്റെ അടുക്കിലേക്ക് ഒന്ന് ചെല്ലാം. ആ രാമൻ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് വിഷണ്ണനായിരിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ മാതിരി വിശ്വാമിത്രൻ രാമനെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞേക്കില്ല എന്ന് പറഞ്ഞു. പറഞ്ഞതിന് ശേഷം വസിഷ്ഠ മഹർഷി ഇടപെട്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ പറഞ്ഞയക്കും? രാമൻ വിളിച്ചാൽ വരുന്നില്ലല്ലോ, കുളിക്കനും കൂടിയില്ല, വലിയ വിഷണ്ണനാണെന്ന് പറഞ്ഞപ്പോൾ എന്താ സംഗതി, ഇതിന് മുമ്പ് എന്താ സംഭവിച്ചേ ചോദിച്ചപ്പോൾ തീർത്ഥാടനത്തിന് പോയി എന്ന് പറഞ്ഞു അച്ഛൻ. ആര്? ദശരഥൻ. അപ്പോൾ ശരി, വിരോധമൊന്നുമില്ല, വിളിക്കൂ എന്നായി. എന്നിട്ട് രാമൻ അവിടെ ചെന്നിട്ട് എന്തൊക്കെ പറഞ്ഞു? രാമൻ്റെ നിവേദനത്തിൽ നിന്ന് ഞാൻ ചിലതൊക്കെ മുമ്പ് പറയുണ്ടായി. ബാല്യേ ഗതേ കൽപ്പിത കേലിലോലേ മനോമൃഗേ ദാരദരീഷു ജീർണേ ശരീരകേ ജർജരതാം പ്രയാതേ വിദൂയതേ കേവലമേവ ലോകഃ എന്നിങ്ങനെ ശ്രീരാമൻ വളരെ ഭംഗിയായി ലോകചരിത്രം വർണ്ണിച്ചു. ജനഃ കാമാസക്തോ വിവിധ കുകലാചേഷ്ടനപരഃ സദുസ്വപ്നേപ്യസ്മിജ്ജഗതി സുജനോ നാദ്യ സുലഭഃ ക്രിയാ ദുഃഖാസംഗാ വിധുര വിധുര നൂനമഖില വിധുര വിധുര നൂനമഖില ന ജാനേ നേതവ്യ കഥമിഹ ദശ ജീവിതമയീ. ഇങ്ങനെയാണ് ശ്രീരാമൻ പറഞ്ഞു നിർത്തുന്നത്. എന്ത്? ഞാൻ എവിടെ പോയി നോക്കിയിട്ടും ജനങ്ങളൊക്കെ കാമാസക്തന്മാരാണ്. എന്ത്? കാമ ആസക്തന്മാർ. കാമം എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹങ്ങൾ, അമിതമായിട്ടുള്ളത്. അതാണ് ഈ ദുരയും അത്യാർത്ഥിയുമായി തീരുന്നത്. അങ്ങനെയുള്ളതിൻ്റെ വലയത്തിൽപ്പെട്ട് എന്ത് പാപവൃത്തികളും ചെയ്യാൻ ഒരു മടിയില്ല. നോക്കൂ, എത്ര ആൾക്കാരെയാണ് നമ്മുടെ രാജ്യത്തിൽ ടെററിസ്റ്റ് കൊല്ലണത്. ചില രാജ്യങ്ങളൊക്കെ ഈ ടെററിസ്റ്റുമാരെ ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കാനുള്ള ക്യാമ്പുകൾ വച്ച്, എന്തിന്? ബാക്കിയുള്ള അയൽ രാജ്യങ്ങളെയും മറ്റേയും പോയി കേടുവരുത്തു, അവിടെയൊക്കെ രക്തം ചിന്നട്ടെ, എല്ലാറ്റിനെയും ബ്ലീഡ് ചെയ്യിക്കണം, സർവ്വദിക്കലും ചോരയൊലിപ്പിക്കണം എന്ന് പറഞ്ഞ് പണവും പ്രലോഭനങ്ങളും കൊടുത്ത് മതത്തിൻ്റെ പേരും ഭാഷയും ഒക്കെ ഉപയോഗിച്ച് അവരങ്ങനെ പറയുക. അങ്ങനെയുള്ളതാണ് ഇവിടെ. അപ്പം മനുഷ്യൻ്റെ ഉള്ളിലാണ് ഈ കാമം. ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ബാഹ്യ പ്രലോഭനങ്ങളാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഈവൻ ഇൻ്റർനാഷണൽ വാഴ്സ് ആർ ഫോട്ട് ബിക്കോസ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്രീഡ് ആൻഡ് ഇൻടോളറൻസ്. വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് പുകയുന്നതായ ദുരയും ആധിപത്യ വാഞ്ചയുമാണ് അന്താരാഷ്ട്ര കൊടും യുദ്ധങ്ങൾ വരെ ഉണ്ടാക്കി തീർക്കുന്നത്. അതാണ് ശ്രീരാമൻ പറയുന്നത്. ജനഃ കാമാസക്തോ വിവിധ കുകലാചേഷ്ടനപരഃ. പല വിധത്തിലുള്ളതായ ദുഷ്ട പ്രവൃത്തികളിലും കഠോര പ്രവൃത്തികളിലും ചെന്ന് പെടുന്നുണ്ട്. സ്വപ്നത്തിൽ പോലും ഒരു നല്ല മനുഷ്യനെ കാണാനില്ല. അതുകൊണ്ട് എനിക്കൊരു വിഷമം. എന്താ വിഷമം? വീർപ്പുമുട്ട്. എന്താ അത്? ന ജാനേ നേതവ്യ കഥമിഹ ദശ ജീവിതമയീ. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു ദശയുണ്ടല്ലോ, എ ഡ്യൂറേഷൻ. ഒരു ഡ്യൂറേഷനാണിത്, ഒരു ദശ. ആ ദശയെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്നറിയില്ല. പ്രേക്ഷകരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതാര് പറയണമെന്ന്? 16 വയസ്സായ ശ്രീരാമൻ. നിങ്ങളുടെയൊക്കെ ബുദ്ധി ഇതുപോലെ ആകേണ്ടതായിരുന്നു. 16 വയസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല സ്വാമിജി. പോട്ടെ, 61 തോന്നുന്നുണ്ടോ? ഇപ്പം തോന്നിയില്ലെങ്കിലോ നിങ്ങൾ എന്ത് പറയണം? എവിടെയാണ് നിങ്ങൾക്ക് മാപ്പ്? ഒരു സ്ഥലത്തും മാപ്പ് കിട്ടില്ല. വിശാലമായ ലോകം, പരന്ന ലോകം തുറന്നു നോക്കൂ. ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരവർക്ക് വരണമെന്നില്ല. ലോകത്തിൽ ആർക്ക് വന്നാലും വായിച്ച് കേൾക്കുമ്പോഴോ ടി വിയിൽ കാണുമ്പോഴോ നമുക്ക് വന്നതായിട്ട് നാം പരിഗണിക്കണം. ഷെയറിങ് പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് മനസ്സിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കും ഉപകാരത്തിനും വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ഈ പങ്കുവയ്ക്കൽ എന്നുള്ള വാക്കിന് അർത്ഥം.
അങ്ങനെ ഷെയർ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയും പൊട്ടൻഷ്യലും മനുഷ്യന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. അപ്പം നമുക്ക് ഈ 61 വയസ്സാവുമ്പോഴേക്കും വലിയ പാകം നമുക്ക് അങ്ങോട്ട് ഉണ്ടാവണം. ആ പരിപാകം വരുമ്പോഴാണ് നമുക്ക് ധന്യത ആർജിക്കാനുള്ള ഒരു വഴി, ഒരു സന്ദർഭം വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ജീവിതദശ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിയില്ല എന്ന് പറഞ്ഞ് ശ്രീരാമൻ അവസാനം പറയുന്ന ഭാഗമാണ്. ഇതേതാ? വൈരാഗ്യ പ്രകരണത്തിലുള്ളതാണ്. വ്യവഹാരവതോ യുക്തിയ ദുഃഖം നായാതിമേയ അഥവാ വ്യവഹാരസ്യ ബ്രൂതതാം യുക്തിമുത്തമാം തത്കഥം കേന വാ കിം വാ കൃതമുത്തമചേതസ പൂർവം യേനൈതി വിശ്രാമം പരമം പാവനം മനഃ യഥാ ജാനാസി ഭഗവൻ തഥാ മോഹനിവൃത്തയേ ബ്രൂഹി മേ സാധവോ യേന നൂനം നിർദുഃഖതാം ഗതഃ. ഉദ്ധവനിവിടെ ആ പ്രായവും പരിഭാഗവും അത് രണ്ടിൻ്റെ പേരിൽ പറയുകയാണ്. എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. നാരായണം നരസഖം ശരണം പ്രപദ്യേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അർജുനൻ പറയണത് അമ്പും വില്ലും താഴത്തു വെച്ചു, ഞാൻ ഇനി ഒന്നും മിണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ശ്രീരാമൻ പറയണത് വേറൊരു തരത്തിലാണ്. ഇതിനൊക്കെ വ്യത്യാസമുണ്ട്, നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഈ ജീവിതദശയെ നയിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുക, വസിഷ്ഠ മഹർഷി, അങ്ങ് വലിയ വലിയ തത്വചിന്തകന്മാരും തത്വജ്ഞന്മാരും ഉപദേഷ്ടകന്മാരുമാണ്. നിങ്ങൾക്ക് ലോകത്തിനെ പറ്റിയും ജീവിതത്തെപ്പറ്റിയും അധ്യാത്മത്തെപ്പറ്റിയും എല്ലാം നല്ല പോലെ അറിയാം. അപ്പം എന്നെപ്പോലെ വിഷമം അനുഭവിക്കുന്ന ഒരുവൻ വൈരുദ്ധ്യങ്ങളുടെ ആ കൂത്തുരംഗത്തിൽപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഒരാളെ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ആ ജീവിത വ്യവഹാരങ്ങളിലൂടെ എങ്ങനെയാണ് ആ ആളെ ഉദ്ധരിക്കുക, ജീവിതവും വ്യവഹാരവും എങ്ങനെ വേണ്ടതുപോലെ നടത്താം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് സമാധാനത്തോടു കൂടി അങ്ങയ്ക്ക് അറിയുമെങ്കിൽ വ്യവഹാരവതോ യുക്തിയ ദുഃഖം നായാതിമേയ. ഞാനിപ്പോൾ തീർത്ഥാടനത്തിലേക്ക് പോയി വന്നിട്ടുള്ള ചരിത്രമാണ്. ഇനി ഒരു രാജകുമാരൻ എന്നുള്ള നിലയ്ക്ക് സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കാനും കൂടി തുടങ്ങിയാലത്തെ സ്ഥിതി എന്താവും? ഇതിലൊക്കെ മീതിയാവും. അപ്പോൾ എങ്ങനെയാണ് ആ വ്യവഹാരം നടത്തേണ്ടത്? ലോകവ്യവഹാരം എന്ന് പറഞ്ഞാൽ ദി ഇൻട്രാക്ഷൻ വിത്ത് ദ വേൾഡ്, ലോകവുമായി സമ്പർക്കം നടത്തുന്നത് എങ്ങനെയാണ്? അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ. ഞാനാണെങ്കിൽ ആ വഴി അറിയാതെ പരിതപിക്കുകയാണ്. അങ്ങൊക്കെ പരിതാപമില്ലാത്ത കൂട്ടരാണ്. അതുകൊണ്ട് ആ പരിതാപം നീക്കി എനിക്ക് വേണ്ടതുപോലെ ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ എൻ്റെ ബുദ്ധിയെ ഉദ്ബുദ്ധമാക്കി ഒരറിവ്, ഒരു ജ്ഞാനം, ഒരു വിജ്ഞാനം പകർന്നു തരാൻ പറ്റുമെങ്കിൽ തത്കഥം കേന വാ കിം വാ കൃതം ഉത്തമചേതസ പൂർവം യേന ഇതി വിശ്രാമം പരമം പാവനം മനഃ. വിശ്രാന്തി കൈവന്ന് മനസ്സ് പരമപാവനമായി എങ്ങനെ ഇരിക്കുമോ? യഥാ ജാനാസി ഭഗവൻ തഥാ മോഹനിവൃത്തയെ. അങ്ങക്ക് ഈ കാര്യത്തിൽ വല്ലതും അറിയാമോ? എന്തിന്? മോഹനിവൃത്തയെ, എനിക്ക് പിടിപെട്ടിട്ടുള്ളതായ ഈ വ്യാമോഹം, ഡെലൂഷൻ, അത് ഇല്ലാതെയാക്കി തീർക്കാൻ ബ്രൂഹിമേ സാധവോ യേന നൂനം നിർദുഃഖതാം ഗതഃ. ഈ ലോകത്തിൽ എന്നെപ്പോലെ ചിന്തിച്ചവരും വിഷമിച്ചവരും മുൻപും ഉണ്ടാവും. അവരൊക്കെ ചിന്തിച്ചു. ഇപ്പോൾ വാൽമീകി ഒരു വേടനായിരുന്നു, കളവ് നടത്തിക്കൊണ്ടിരുന്നു. ആ വാൽമീകി ത്രേതായുഗത്തിൻ്റെ വർത്തമാനമാണല്ലോ പറയുന്നത്. അദ്ദേഹവും ദുഃഖമില്ലാതെ വിഷമമില്ലാതെ ആക്കി തീർന്നിട്ടല്ലേ രാമായണം എഴുതിയത്. അങ്ങനെ പല സാധുക്കളും അങ്ങേപോലെയുള്ളവരും മുൻപും ഉണ്ടാവും. നമ്മുടെ ഗോത്രങ്ങളൊക്കെ വളരെ നീണ്ടു കിടക്കുന്നതാണ്. വേദകാലം മുതൽക്ക് ആരംഭിച്ചതായ ഗോത്രങ്ങളാണ് ഇവിടെ. ആ ഗോത്രത്തിൽപ്പെട്ട പലരും ബുദ്ധിമാന്മാരും സാധുക്കളും സജ്ജനങ്ങളും തത്വജ്ഞന്മാരുമായിട്ടുണ്ടാവും. അവരൊക്കെ എങ്ങനെയാണ് ദുഃഖമില്ലാത്തൊരു നില കൈവരിച്ചത്? അത് അങ്ങേക്ക് അറിയില്ലേ? ആ കാര്യത്തിൽ സംശയമുണ്ടോ? ബ്രൂഹിമേ സാധവോ യേന, എനിക്ക് പറഞ്ഞു തരൂ വസിഷ്ഠ മഹർഷി. ഏത് മാർഗത്തിലൂടെ, ഏത് ബുദ്ധി അവലംബിച്ചാണോ നൂനം നിർദുഃഖതാം ഗതഃ, മനസ്സ് ദുഃഖം പിടിപെടാത്തൊരു നിലയിൽ എത്തിച്ചേർന്നത്? അഥവാ താദൃശീ യുക്തിർ യതി ബ്രഹ്മന്ന വിദ്യതേ. പടിപ്പടിയായി രാമൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചോളൂ, വളരെ ശ്രദ്ധിച്ചോളൂ. ഇതെപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു എന്ന് വരില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമ്മുടെ സംസ്കാര ചരിത്രം മുഴുവനും പ്രതിനിധാനം ചെയ്യുന്നതുമായ ഈ മഹത് സംഭവങ്ങൾ, ഈ മഹത് വാക്യങ്ങൾ, ഈ മഹത് സംവാദങ്ങൾ നിങ്ങളെ അറിയിപ്പിക്കണം എന്നുള്ള വലിയ ഒരു ഇച്ഛയോ ആശയോ അഭിലാഷമോ പ്രതിബദ്ധതയോ ഒക്കെ കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണത്. അല്ലെങ്കിൽ ഇതൊക്കെ നോക്കി പിടിച്ച് പറയണം എന്നില്ല. അഥവാ താദൃശീ യുക്തിർ യതി ബ്രഹ്മന്ന വിദ്യതേ. അല്ല വസിഷ്ഠ മഹർഷേ, അങ്ങ് പറയാൻ പോണു, രാമ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നിൻ്റെ മനസ്സ്,
ഈ കഷ്ടപ്പാട് തീർക്കാനായി എനിക്കൊന്നും അറിയില്ല എന്നാണോ പറയാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു യുക്തി ഇതിനുണ്ടാവണം. മനസ്സ് മാത്രമല്ല, ബുദ്ധിയുണ്ട്. ബുദ്ധിക്ക് എന്ത് കാര്യവും പേർത്തെടുക്കാൻ സാധിക്കും. ബുദ്ധിക്കൊരു പ്രശ്നമാണ് ആദ്യമെങ്കിൽ പ്രശ്നപരിഹാരവും അതേ ബുദ്ധിയിൽ നിന്ന് വേണം വരാൻ. അപ്പോൾ അങ്ങനെ ഒരു യുക്തി ഉണ്ടാവും, ഒരറിവുണ്ടാവും. ഇല്ല, അങ്ങനെ ഒരു യുക്തി ഇല്ല എങ്കിൽ ഓരോന്നോരോന്നായിട്ട് പറയുക, ശ്രദ്ധിക്കണം. അല്ല, ആ യുക്തി ഉണ്ട്, അങ്ങയ്ക്കറിയാം. ന ഭക്തി മമ വാ കശ്ചിത് വിദ്യമാനാമഭിസ്ഫുടം. ഞാൻ അങ്ങയ്ക്ക് പറയില്ല, പറഞ്ഞു തരില്ല. രാമ, നിനക്കതിനായിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണത്താൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ, പറഞ്ഞു ധരിപ്പിക്കാൻ പോണില്ല എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് പറഞ്ഞു എൻ്റെ മോഹം നീക്കാൻ വേണ്ടിയുള്ള യുക്തി പറഞ്ഞു തരൂന്ന്. അങ്ങനെ ഒരു യുക്തി ഉണ്ടോ? അതാ ഇല്ല എന്നുണ്ടെങ്കിൽ, ഉണ്ട്, എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരില്ല എന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പറയാം. സ്വയം ചൈവന ചാപ്നോമി താം വിശ്രാന്തി മനുത്തമാം. അങ്ങ് പറഞ്ഞു തന്നു, ഞാൻ കേട്ടു, അതുകൊണ്ടായില്ല. എനിക്കത് വിനിയോഗിക്കാനും പ്രയോഗിക്കാനും സാധിക്കണം. വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുത്തു ശ്രീരാമന്. ആ പറഞ്ഞു കൊടുത്തത് മുഴുവൻ കേട്ടാൽ മതിയോ? ആ കേട്ടത് അവനവൻ്റെ മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്തിലും ഒരു പ്രയോഗ സാധനയായി തീരണം. എന്നിട്ട് പ്രയോഗിച്ചിട്ട് മനസ്സിനുള്ള വിഷമങ്ങളോ ബുദ്ധിക്കുള്ള ചാഞ്ചല്യങ്ങളോ ഒക്കെ മാറിക്കിട്ടണം. അങ്ങനെ ഒരു പ്രയോഗകുശലമാകാത്തതാണെങ്കിലോ പറ്റില്ല. സ്വം ചൈവന ചാപ്നോമി താം വിശ്രാന്തി മനുത്തമാം. ഞാൻ ഉദ്ദേശിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ ആയ ഒരു വിശ്രാന്തിയുണ്ട്, ഒരു വിശ്രമം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ഈ വാക്കുകൾ? നിങ്ങൾ സോഫയൊക്കെ മേടിക്കും, കട്ടിലൊക്കെ മേടിക്കും. എന്തിനാ? ശരീരത്തിന് വിശ്രമിക്കാനാണ്. മനസ്സിന് വിശ്രമിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സോഫ എവിടെന്നെങ്കിലും കിട്ടുമോ? വല്ല അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സ്വയം ചൈവന ചാപ്നോമി താം വിശ്രാന്തി മനുത്തമാം തദഹം ത്യക്ത സർവേഹോ നിരഹങ്കാരതാം ഗതഃ. എന്താ ഇവിടെ ശ്രീരാമൻ പറഞ്ഞത്? എൻ്റെ ഈ സങ്കടം തീർക്കണം. അത് തീർക്കാനായി അങ്ങയുടെ കയ്യിൽ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ എന്നാണ് അർജുനൻ പറഞ്ഞത്. ഇവിടെയോ രാമൻ പറയുന്നത് എന്താ? എൻ്റെ മനസ്സിലുള്ള വിഷമം മുഴുവനും തീർക്കാനായി അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ജ്ഞാനസമ്പത്തോ യുക്തിസമ്പത്തോ ഉണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരൂ. ഉണ്ടോ? ഇല്ല എങ്കിൽ ഉണ്ട്, എനിക്കറിയാം, പക്ഷേ ഞാൻ പറഞ്ഞു തരില്ല എങ്കിൽ പോരാ. അങ്ങ് പറഞ്ഞു തന്നു, ഞാൻ കേട്ടു. എനിക്കത് പ്രയോഗിച്ച് സാക്ഷാത്കരിച്ച് അതിൽ നിന്നുള്ള മെച്ചം നേടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തീരുമാനം കേട്ടോളൂ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗമാണ്. ന ഭോക്ഷ്യേന പിബാമ്യംബൂ നാഥഃ പരിദധേംബരം കരോമിനാഹം വ്യാപാരം സ്നാനദാനാശനാദികം. ന ഭോക്ഷ്യേ ന പിബാമ്യംബൂ. പരീക്ഷിത്ത് ഇവിടെ മുനികുമാരൻ്റെ ശാപത്തിൻ്റെ പേരിൽ പാമ്പ് കടിക്കുമല്ലോ എന്ന് കണക്കാക്കിയിട്ടാണ് പ്രായോപവേശം അനുഷ്ഠിച്ചത്. ശ്രീരാമൻ അങ്ങനെയുള്ള നിർബന്ധങ്ങളോ സമ്മർദ്ദങ്ങളോ ഒന്നുമില്ല. ആ രാമൻ എന്ന് പറയുന്ന 16 വയസ്സുകാരൻ പറയുകയാണ് മഹർഷിമാരുടെ മുൻപിൽ, അച്ഛനമ്മമാരുടെ മുൻപിൽ, അയോധ്യ രാജധാനിയിൽ, പുകഴ്പെറ്റ രാജധാനിയിൽ ആ തളത്തിലിരുന്ന് പറയുകയാണ് മണ്ഡപത്തിൽ. ന ഭോക്ഷ്യേ, ഞാൻ ഭക്ഷണം കഴിക്കില്ല. ന പിബാമ്യംബു, ഞാൻ വെള്ളം കുടിക്കില്ല. നാഥഃ പരിദധേംബരം, രാജകുമാരന് ഉചിതമായിരിക്കുന്ന വസ്ത്രം പ്രതിദിനം 2 തവണ മാറി ഉടുക്കില്ല, കുളിക്കില്ല. കരോമിനാഹം വ്യാപാരം സ്നാനദാനാശനാദികം. അവർക്കൊക്കെ ഒരു ചിട്ടയുണ്ട്. വെളിച്ചാവുമ്പോൾ നേരത്തെ എണീറ്റ് കുളിക്കുക, ഊക്ക് കഴിക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രാഹ്മണർക്കോ ബാക്കിയുള്ളവർക്കോ ദാനം കൊടുക്കുക. അങ്ങനെ സ്നാനം, ദാനം, അശനം, ഭക്ഷണം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ലാന്ന്. കരോമിനാഹം വ്യാപാരം സ്നാനദാനാശനാദികം. ഒരിക്കൽ കൂടി ചെല്ലാം, കേട്ടോളൂ, ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ചെറിയ കുട്ടികൾ, പേരക്കിടാങ്ങൾ ഉണ്ടാവുമ്പോൾ ഭൂമാനന്ദ സ്വാമിജി പറഞ്ഞ് അറിയിപ്പിച്ചു, ഇതാ ഇങ്ങനെ ഒരു കഥ. ശ്രീരാമന് 16 വയസ്സിൽ വല്ലാത്തൊരു മൗഢ്യം പിടിപെട്ടു അത്രേ. എന്നിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് വസിഷ്ഠ മഹർഷി, വിശ്വാമിത്ര മഹർഷി, അച്ഛൻ എല്ലാവരുടെ മുൻപിലും വരുത്തി പറയാൻ പറഞ്ഞപ്പോൾ തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ആ 16 വയസ്സുള്ള രാമൻ, എൻ്റെ പൊന്നുകുട്ടി, പറഞ്ഞത് ഇങ്ങനെയാണ്. എന്തിനാ ഞാനിത് പറയണേ മുത്തശ്ശി എന്നറിയോ? നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കണം. ശ്രീരാമൻ അങ്ങനെ ഒരു മൗഢ്യം വന്നു, നിങ്ങൾക്ക് അതുപോലെ ഒന്നും വരരുത്. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ഈശ്വര ഭക്തിയോടുകൂടി ഇരിക്കണം. ധർമ്മകാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. മനസ്സിനെ ബലപ്പെടുത്താൻ നോക്കണം. ബുദ്ധിക്ക് തെളിച്ചമുണ്ടാവാൻ നോക്കണം.
മനുഷ്യ വ്യക്തിത്വത്തിൽ പ്രധാനമായിട്ടുള്ളത് ഈ പൂളക്കായ പോലെയുള്ള ശരീരമല്ല, അതിൻ്റെ ഉള്ളിലുള്ള മനസ്സാണ്, അതിനെ നയിക്കുന്ന ബുദ്ധിയാണ്, അതിന് രണ്ടിനും ആധാരമായിരിക്കുന്ന ആത്മാവാണ്. ആ ആത്മാ 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 ഉൾപ്രകാശം ഉൾപ്രകാശം ഉൾ സാന്നിധ്യം ഉൾ സത്ത, അത് നിങ്ങൾ മുറുകി പിടിച്ചോളൂ. അത് മാത്രമേ കൂടെ നിൽക്കുള്ളൂ. പിന്നെയുള്ളതൊക്കെ വിട്ടുകളയാനുള്ളതാണ്. പോകാത്തതൊന്നേ ഉള്ളൂ, ആ ഉള്ളാത്മ ഉള്ളുണർവ് എന്നിങ്ങനെ കുട്ടികൾക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ന ഭോക്ഷ്യേ ന പിബാമ്യംബു നാഥഃ പരിദധേംബരം കരോമിനാഹം വ്യാപാരം സ്നാനദാനാശനാദികം ന ച തിഷ്ഠാമി കാര്യേഷു സമ്പത്സ്വാപദ്ദശാസു ച ന കിഞ്ചിത് അഭിവാഞ്ചാമി ദേഹത്യാഗാദൃതേ മുനേ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അയോധ്യയിലേക്ക് ത്രേതായുഗത്തിലേക്ക് വരുന്നുണ്ടോ? അത്രയ്ക്ക് ഭാവനയുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾക്ക്? ഞാൻ സംശയിക്കണോ അതോ വിശ്വസിക്കണോ ഉണ്ടെന്ന്? നച തിഷ്ഠാമി കാര്യേഷു. ഒരു രാജകുമാരൻ, അതും ദശരഥ ചക്രവർത്തിയെപ്പോലെ സുപ്രസിദ്ധനും ധർമ്മിഷ്ഠനും സദാചാര നിരതനുമായിരിക്കുന്ന ഒരു മഹാരാജാവിൻ്റെ സീമന്തപുത്രൻ, യുവരാജാവാകേണ്ടവൻ, അങ്ങനെയുള്ള ഒരു രാജകുമാരൻ നച തിഷ്ഠാമി കാര്യേഷു, എനിക്ക് വിധിച്ചിട്ടുള്ളതും സഹജവുമായിരിക്കുന്ന ഒരൊറ്റ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. സമ്പദ് സ്വാപദ്ദശാസുജ. അച്ഛന് പോലും ഒരു വിഷമം വന്നു എന്ന് പറഞ്ഞാൽ ഈ മകൻ ഓടിച്ചെല്ലുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആപത്തായാലും സമ്പത്തായാലും ഒറ്റ കാര്യത്തിൽ രാമൻ ഇടപെടില്ല, താത്പര്യമെടുക്കില്ല. ന കിഞ്ചിത് അഭിവാഞ്ചാമി, ന കിഞ്ചിത് അഭിവാഞ്ചാമി. എനിക്ക് ഒന്നിലും താല്പര്യമില്ല, ഒന്നിലും ആശയില്ല. എന്നാൽ ഒന്ന് മാത്രമേ ഉള്ളൂ, എന്ത്? ദേഹത്യാഗാദൃതേ മുനേ. അല്ലേ മഹർഷി വരിക, ദേഹം എങ്ങനെയായാലും ഉപേക്ഷിക്കുക. ഇനി ഈ ദേഹത്തോടു കൂടി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ദേഹത്തിലിരിക്കുമ്പോൾ മനസ്സാണ് ഇവിടെ പ്രമാണം. ആ മനസ്സ് ബടവാഗ്നി പോലെ ജ്വലിക്കുകയാണ്. ലോക ദുരിതങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഉള്ളു പുകഞ്ഞുകൊണ്ട് എരിഞ്ഞുകൊണ്ട് ജ്വലിച്ചുകൊണ്ട് നാളമായിട്ട് ഇങ്ങനെ തൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ശരീരം വെച്ചിരിക്കുക എന്നെനിക്ക് അറിയില്ല. അതുകൊണ്ട് ദേഹം വിടുകയാണ് നല്ലത്. ദേഹത്യാഗമൊഴികെ ഒന്നിലും എനിക്ക് അഭിലാഷമുണ്ടാവില്ല. കേവലം വിഗതാശങ്കോ നിർമ്മമോ ഗതമത്സരഃ മൗന ഏവേഹ തിഷ്ഠാമി ലിപി കർമ്മസ്വിവാർപ്പിതഃ. എല്ലാ വിധത്തിലുള്ള ആശങ്കകളെയും വിട്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയോ? അച്ഛൻ എന്ത് പറയും? അമ്മമാരെന്ത് വിചാരിക്കും? ലോകമെന്ത് വിചാരിക്കും? വല്ല വിധത്തിലും ഇത് തീരും. കുറേ കാലം കഴിഞ്ഞാൽ ഞാൻ രാജകുമാരൻ രാജാവാവും, സിംഹാസനത്തിലിരിക്കും. അപ്പം 4 ഭാഗത്തും പാട്ടും കൂത്തും നൃത്തവും ഒക്കെ ആയി. അതൊന്നും വിചാരിക്കാൻ ഞാൻ പോണില്ല. മമതയില്ലാതെ മത്സരബുദ്ധിയില്ലാതെ മൗനമേവേഹ തിഷ്ഠാമി, മിണ്ടാതെ ഇരിക്കുകയുള്ളൂ. ആരെന്ത് ചോദിച്ചാലും പൊട്ടനാണ് ഊമയാണെന്ന് വിചാരിച്ചോട്ടെ, അങ്ങനെ ഇരിക്കാനാ പോണത്. ശ്രീരാമൻ പറയണ കാര്യമാണ്, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ലിപി കർമ്മസു ഇവാർപ്പിത. ചുമരിലോ ഏടിലോ കൊത്തിവച്ച പടമാവും രാമൻ. ചോരയും നീരും പ്രാണനും ശ്വാസവും പ്രവർത്തിക്കുന്നതായ ഒരു ശരീരമാവില്ല. വരച്ചു വെച്ച പടം പോലെയാണ് ഇരിക്കുക. അധക്രമേണ സന്ത്യജ്യ പ്രശ്വാസോച്ഛ്വാസ സംവിധ സന്നിവേശം ത്യജാമീമം അനർത്ഥം ദേഹനാമകം. ഞാനിത് ആരോടാ പറയുന്നത്? നിങ്ങൾക്കിതൊരു മാധുര്യം തോന്നുന്നുണ്ടോ? പ്രപഞ്ചത്തിൽ വൈരാഗ്യം വരുത്തുന്നതാണ് ഈ വക വിവരണങ്ങൾ മുഴുവൻ. ആ വൈരാഗ്യം നമുക്ക് വേറെ ഒരു സ്ഥലത്തുനിന്നും കിട്ടില്ല. ഈ മാതിരിയുള്ള പാഠങ്ങൾ കൊണ്ടും സ്മരണകൾ കൊണ്ടേ കിട്ടുള്ളൂ. അധക്രമേണ സന്ത്യജ്യ പ്രശ്വാസോച്ഛ്വാസ സംവിധ. ചിത്രത്തിൽ എഴുതിയ രാമനെ പോലെ ഇരുന്നാൽ എന്താണ് അവിടെ ബാക്കി വരിക? കുറച്ചൊരു ഹീവി, ഒരനക്കം വയറ്റിലും മാറിലും ഉണ്ടാവും. ശ്വാസമെടുത്ത് ആ ശ്വാസോച്ഛ്വാസ സംവിധ, ആ ശ്വാസവും ഉച്ഛ്വാസവും സംവിധ എന്ന് പറഞ്ഞാലോ, എന്തെങ്കിലും ഒരു കാറ്റ് വീശിയാൽ മേലിങ്ങനെ തൊട്ടു എന്ന് തോന്നും. അപ്പോൾ ഒരു സെൻസേഷനാണിത്, ഒരു ഐന്ദ്രിയമായ അനുഭവമാണ്. ആ ഐന്ദ്രിയാനുഭവങ്ങളെയും ശ്വാസോച്ഛ്വാസങ്ങളെയും രണ്ടിനെയും വിട്ട് അനർത്ഥം ദേഹനാമകം സന്നിവേശം ത്യജാമി. ഈ ദേഹം എന്ന് പറയുന്ന അനർത്ഥമാണത്രേ രാമൻ ചിത്രീകരിക്കുക, അർത്ഥമല്ലാതെ. അനർത്ഥമായിരിക്കുന്ന ഈ ദേഹം എന്നുള്ള പേരിന് നാഹമസ്യ നമേനാന്യഃ ശാമ്യാമ്യ സ്നേഹദീപവത്
സർവമേവ പരിത്യജ്യ ത്യജാമീതം കലേവരം. എനിക്കിതിൽ ഒരു വിധത്തിലുള്ള വ്യത്യാസങ്ങളില്ല. ഞാനെന്നോ എൻ്റെ അച്ഛനെന്നോ കൗസല്യ എൻ്റെ അമ്മയെന്നോ ചെറിയമ്മമാരെന്നോ ലക്ഷ്മണൻ എൻ്റെ സഹോദരനെന്നോ ഭരതശത്രുഘ്നന്മാർ സഹോദരന്മാരെന്നോ ഒന്നും വിചാരിക്കാതെ സർവമേവ പരിത്യജ്യ, എല്ലാം പരിത്യജിച്ച് ത്യജാമീതം കളേവരം, ഈ ശരീരത്തിന് തൂങ്ങിച്ചാവുകയല്ല, ശ്വാസോച്ഛ്വാസം മാത്രമായി എടുത്ത് ഭക്ഷണം കഴിക്കാതെ വെള്ളം കഴിക്കാതെ അങ്ങനെ അങ്ങോട്ട് ഇരുന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ശരീരം വീഴാതെ ഇരിക്കില്ല. അത് വെറുതെ വീഴല്ല, ഞാൻ ത്യജിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് വാൽമീകി മഹർഷിയാണല്ലോ രചയിതാവ് യോഗവാസിഷ്ഠ രാമായണത്തിൻ്റെ. അദ്ദേഹം ഭംഗിയായി ചിത്രീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ണി രാമനെ. ഇത്യുക്തവാനമലശീതകരാഭിരാമോ രാമോ മഹത്തര വിചാര വികാസി ചേതാഃ തൂഷ്ണീം ബഭൂവ പുരതോ മഹതാം ഘനാനാം കേകാരവശ്രമവശാദിവ നീലകണ്ഠഃ. നിങ്ങൾക്ക് ശ്ലോകം ഇഷ്ടമുള്ളവരാണോ? സാഹിത്യം, നല്ല സാഹിത്യം ആ ഗാനരൂപത്തിൽ ചമയ്ക്കുമ്പോഴാണ് അത് കാവ്യമാകുന്നത്. കാവ്യം എന്ന് പറഞ്ഞാൽ അതാ. കവിത എന്നൊരു വാക്ക് മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. വാസ്തവത്തിൽ കവിത എന്നുള്ള വാക്ക് ശരിയല്ല അത്രേ, കാവ്യം എന്നാ പറയേണ്ടത്. ഇത്യുക്തവാൻ അമലശീതകരാഭിരാമോ രാമോ മഹത്തര വിചാര വികാസി ചേതാഃ. ഇത്യുക്തവാൻ, ഇങ്ങനെ പറഞ്ഞ് ആരാ പറഞ്ഞത്? അമലശീതകരാഭിരാമോ, അമലശീതകരൻ, തണുക്കുന്ന രശ്മികളെ തൊടുത്തുവിടുന്നവനാണ് ആര്? ചന്ദ്രൻ. ആ പൂർണ്ണ ചന്ദ്രൻ എങ്ങനെ സുന്ദരമായിരിക്കുന്നുവോ അങ്ങനെ ഒരു സുന്ദരനാണ് വാസ്തവത്തിൽ ഈ ശ്രീരാമൻ. ആർക്കും കണ്ടാൽ കൊതി തോന്നും, ഒന്ന് ഉമ്മ വയ്ക്കണം, ഒന്ന് കെട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ ഒന്ന് കാക്കലെങ്കിലും വീണ് ആ പാദസ്പർശം ഏൽക്കണം എന്ന് തോന്നും അത്രേ. അത്ര വിശേഷപ്പെട്ട ഒരു സൗന്ദര്യമാണ് ശ്രീരാമന്. ഇത്യുക്തവാൻ അമലശീതകരാഭിരാമോ, ആ സ്വതവേ സുന്ദരനായിരിക്കുന്ന രാമൻ ഇപ്പം എന്തായി? രാമോ മഹത്തര വിചാര വികാസി ചേതാഃ. ഞാൻ പലപ്പോഴും വിചാരിക്കും, എങ്ങനെയാണ് ഈ ശബ്ദങ്ങളൊക്കെ നമ്മുടെ കവികളുടെ വായിൽ നിന്നും മനസ്സിൽ നിന്നും പുറപ്പെട്ടത്? ആ രാമൻ ശരീരം കൊണ്ട് സൗന്ദര്യം ബാക്കി എല്ലാവർക്കും കാണാം. ആ രാമൻ്റെ ഉള്ളഴകുണ്ടല്ലോ, ആ ഉൾസൗന്ദര്യം, അത് മനസ്സിലാക്കേണ്ട ഇപ്പോഴാ. ഈ രാമൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പേരിൽ, വാൽമീകി മഹർഷി എഴുതി വച്ചതിൻ്റെ പേരിൽ ഈ കാവ്യം, ഈ വിശേഷപ്പെട്ട ഗ്രന്ഥം വായിച്ച് എത്രയെത്ര ആൾക്കാർക്കാണ് മനസ്സിന് സൗന്ദര്യവും സൗഭാഗ്യവും അണയാൻ സാധിക്കുന്നത്. ആ രാമന് മഹത്തര വിചാര വികാസി ചേതാഃ, മഹത് വിചാരവും കൂടിയല്ല, മഹത്തരമായിരിക്കുന്ന വിചാരം. 61 വയസ്സിൽ പോലും സാധാരണ ജനങ്ങൾ പറയാനോ വിവരിക്കാനോ പുറപ്പെടാത്തതായ ലോകസ്വഭാവ ചരിത്രമാണ് ശ്രീരാമൻ പറഞ്ഞു മനസ്സിലാക്കുന്നത്. അപ്പം മനസ്സ് തത്വവിചാര കുതുകിയായി. എന്ത്? തത്വവിചാര കുതുകിയായി. ആ തത്വവിചാര കുതുകിയായി മഹത്തരമായിരിക്കുന്ന വിചാരങ്ങൾ അങ്ങോട്ട് തൊടുത്തുവിടാൻ തുടങ്ങി. അങ്ങനെ മഹത്തരമായ വിചാരങ്ങൾ പ്രവേശിച്ചതോടുകൂടി മനസ്സോ വികാസി ചേതാഃ, മനസ്സിന് വികാസം വന്നു. ഇവിടെ അർജുനനെ പറ്റി പറഞ്ഞത് എന്താ? കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്നാ അർജുനൻ പറഞ്ഞത്. കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം, ഇടുക്കം, നാരോ മൈൻഡഡ്നെസ്, ആ ദോഷം കൊണ്ട് എൻ്റെ മനസ്സാകെ തകരാറിലായിരിക്കണമെന്ന്. ഇവിടെ രാമനല്ല, വാൽമീകി മഹർഷി പറയണതാ. എന്ത്? മഹത്തരമായിരിക്കുന്ന വിചാരത്താൽ വികസിതമായി രാമൻ്റെ ചേതസ്. അപ്പോൾ ശരീരം എങ്ങനെ ബാക്കിയുള്ളവർക്ക് നോക്കാൻ പൂർണ്ണചന്ദ്രനെ പോലെ സുന്ദരമായിരിക്കുന്നുവോ അതേമാതിരി രാമൻ്റെ മനസ്സും വളരെ സുന്ദരമായിട്ടാണ് രാമൻ ഇതൊക്കെ പറഞ്ഞത്. ശ്രദ്ധിക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? എന്നിട്ട് പറയുക, തൂഷ്ണീം ബഭൂവ, തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് രാമൻ നിശബ്ദനായി, മൗനിയായി. ഏതുപോലെ? പുരതാം മഹതാം ഘനാനാം. ആരുടെ മുൻപിലാ ഈ അവതരണം ഉണ്ടായത്? വസിഷ്ഠരുണ്ട്, വിശ്വാമിത്രരുണ്ട്, ഭരദ്വാജനുണ്ട്, പല മഹർഷിമാരും അവരുണ്ട്. അവരാരാ? മഹതാം, അവർ മഹാത്മാക്കളാ. അച്ഛൻ്റെ മുൻപിൽ ഇങ്ങനെ ഉണർത്തിച്ചുണ്ടാവില്ല, അച്ഛൻ്റെ മുമ്പിൽ ഉണർത്തിക്കാൻ സാധിക്കില്ല.
അമ്മയുടെ മുൻപിലും പറ്റില്ല. അത് എവിടെ പറയണമോ അതിന് പറ്റിയ ആൾക്കാർ വന്നാലേ പറയാൻ പറ്റുള്ളൂ. വസിഷ്ഠ മഹർഷിയും കൂട്ടരും അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ശ്രീരാമന് ഒരു വിഷമവും ഒരു ലോഭവും ഇല്ലാതെ വാചാലമായി സംസാരിക്കാൻ സാധിച്ചു. തൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ആവശ്യങ്ങളും അതിലും അങ്ങേയറ്റ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടാണ് അവസാനം ഞാൻ ശരീരത്യാഗമല്ലാതെ വേറെ ഒന്നും അഭിലഷിക്കില്ല എന്ന് പറഞ്ഞത്. എത്ര വിശേഷപ്പെട്ട നിസ്തുലവും അപൂർവവും മഹിമയും ആയിട്ടുള്ള മഹിമയുറ്റതുമായ ഒരു പ്രസ്താവനയാണത് എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് മിണ്ടാതെ ഇരുന്നു അത്രേ. ഏതുപോലെ കേകാരവശ്രമവശാദിവ നീലകണ്ഠ. നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ മയിൽ. ആ മയിൽ എന്താ ചെയ്യുക? കേകാരവം പുറപ്പെടുവിക്കും. എപ്പോഴാണ് ഈ കേകാരവം മയിൽ പുറപ്പെടുവിക്കുക? ആകാശം കറുത്തു, ഇരുണ്ട മേഘങ്ങൾ അങ്ങനെ ആവരണം ചെയ്ത് നിൽക്കുക. അതിനെ അങ്ങോട്ട് കണ്ടാൽ മയിലിന് കേകാരവം, കേകവാണി അതങ്ങോട്ട് കൂയി പാടാൻ തുടങ്ങും അത്രേ. മയിൽപ്പീലി വിരുത്തി ആ രണ്ട് കാലിലും ഇങ്ങനെ നൃത്തം വെച്ചുകൊണ്ട് ആ മയിലിനുള്ള ഒരു സ്വയമായ പ്രത്യേക ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിൽ അങ്ങോട്ട് കുറേ നേരം അങ്ങോട്ട് പറയും. അങ്ങനെ വളരെ തൊണ്ട തുറന്ന് ഒരു ശബ്ദം പുറപ്പെടുവിച്ച് കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം വരും. അപ്പോൾ ആ കേകാരവം പുറപ്പെടുവിച്ചത് കൊണ്ട് അതിനുള്ള ഉള്ളടങ്ങുന്നതായ ശ്രമം, ക്ഷീണം, അത് വെച്ചാൽ കുറേ നേരം അങ്ങോട്ട് മയിൽ കൂവി അങ്ങനെ ശബ്ദപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കും അത്രേ. എപ്പോഴാ? ഘനാനാം പുരതഃ. ഘനം എന്ന് പറഞ്ഞാൽ മേഘം. ആ മേഘങ്ങൾ ഇങ്ങനെ തിങ്ങി അങ്ങോട്ട് ഇടതൂർന്ന് ഇരുണ്ട് നിൽക്കണു, സൂര്യപ്രകാശമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മയിൽ കൂവി ഇങ്ങനെ ക്ഷീണിച്ച് മിണ്ടാതെ ഇരിക്കുക. അങ്ങനെ മിണ്ടാതെ ഇരുന്നാൽ പിന്നെ എന്താ സംഭവിക്കുകയെന്നറിയോ? ആ മേഘങ്ങളൊക്കെ പെരുന്നിനെ അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങും. അതുപോലെ രാമൻ എന്ത് ചെയ്തു? രാമൻ്റെ മുമ്പിലുള്ള മേഘങ്ങൾ ആരാ? മഹതാം ഘനാനാം. ആരുടെ മുൻപിലാ ചെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെയോ അമ്മയുടെയോ മുമ്പിൽ ഇങ്ങനെ ഒരു അവതരണം രാമന് സാധിക്കില്ല എന്ന്. ഇവിടെ സാധിച്ചത് എന്താ? വസിഷ്ഠരുടെ മുൻപിലാണ്, ഭരദ്വാജൻ്റെയും വാൽമീകിയുടെയും മുൻപിലാണ്, വിശ്വാമിത്രൻ്റെ മുൻപിലാണ്. അപ്പം അവരൊക്കെ മഹാത്മാക്കളാണ്. എങ്ങനെ വെള്ളം വർഷിക്കാൻ വേണ്ടി കറുത്തിരണ്ട മേഘങ്ങൾ മുകളിൽ വരണോ അതേമാതിരി ആ വെള്ളമാണ് ഈ കറുപ്പ് നിറമായിട്ട് അവരിൽ നിൽക്കുന്നത്. അതേമാതിരി ഈ ശ്രീരാമൻ്റെ മനസ്സിനെ സാന്ത്വനപ്പെടുത്താനുള്ള ഒരു മഴ പെയ്യിക്കാനുള്ള മാഹാത്മ്യം ഈ മഹാത്മാക്കൾക്കൊക്കെയുണ്ട്. അവരങ്ങനെ കനത്ത മേഘങ്ങളെ പോലെയാണ്. അവരിനി അമൃതമഴ പെയ്യാൻ പോവുകയാണ്. അതിന് തയ്യാറായിട്ട് നിൽക്കുന്നവരുടെ മുമ്പിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ ക്ഷീണിച്ച് വിശ്രമിച്ച് മിണ്ടാതെ ഇരുന്നു അത്രേ. നിങ്ങൾക്കിത് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? സന്തോഷമാവുന്നുണ്ടോ? എൻ്റെ വിചാരം നിങ്ങൾക്കൊക്കെ വലിയ സന്തോഷം തോന്നണമെന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകം അത്. എന്തെങ്കിലും ഞാൻ നല്ല ശ്ലോകങ്ങളോ പ്രസ്താവനയോ കണ്ടാൽ ഉടനെ എൻ്റെ മനസ്സിൽ ഞാനിതിങ്ങനെ നുണഞ്ഞിരിക്കുകയല്ല, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊരു തോന്നലാ എപ്പോഴും. ആദ്യമേ മുതൽക്കുള്ളതാ. ഇത്യുക്തവാൻ അമലശീതകരാഭിരാമോ രാമോ മഹത്തര വിചാര വികാശി ചേതാഃ തൂഷ്ണീം ബഭൂവ പുരതോ മഹതാം ഘനാനാം കേകാരവശ്രമവശാദിവ നീലകണ്ഠഃ. ഇനി നിങ്ങളൊരൊറ്റ ആൾ മിണ്ടരുത്. എന്തു മിണ്ടരുത്? അതെ, ഈ അധ്യാത്മമായിരിക്കുന്ന പാഠങ്ങൾ, തത്വമൂല്യ സിദ്ധാന്തങ്ങൾ, തത്വവിചാരങ്ങൾ, തത്വകഥനങ്ങൾ ഇതൊക്കെ കേൾക്കണത് മുൻകൂട്ടി പാടില്ല. ഗൃഹസ്ഥാശ്രമമൊക്കെ അനുഭവിച്ച് കുറേ വൈകിയതിന് ശേഷം വേണം ഇത് കേൾക്കാൻ. ചെറുപ്പക്കാരെന്തിനാ ആശ്രമങ്ങളിലേക്ക് പോണത് എന്നൊന്നും ഇനി ചോദിച്ചു പോകരുത്. എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കൂ. ഏറ്റവും വയസ്സായിട്ടുള്ള ഉദ്ധവൻ കൃഷ്ണനോട് ചോദിച്ചു. മധ്യവയസ്കനായിരിക്കുന്ന അർജുനൻ കൃഷ്ണനോട് പടക്കളത്തിൽ വെച്ച് ചോദിച്ചു. ഇവിടെ ശ്രീരാമൻ അയോധ്യയിൽ സമാധാനാന്തരീക്ഷത്തിലാണ് വസിഷ്ഠരോട് ചോദിച്ചത്. അങ്ങനെ നിങ്ങൾക്ക് ചെറുപ്പമാണ്, യുവത്വമായിട്ടില്ല, അപ്പോഴും ഇത് കേൾക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമാണ്. അപ്പോൾ എന്തായി? യുവത്വം കൈവന്ന് ലോകത്തിൽ ശുഷ്കാന്തിയോടെ ശേമുഷിയോടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഇത് വളരെയധികം ശ്രീരാമനെ സഹായിച്ചതുമായി സഹായിക്കും. എന്തെങ്കിലും കർമ്മത്തിൽ പ്രതിസന്ധി വന്ന് വിഷണ്ണനായി തീരുമ്പോൾ ആ വിഷണ്ണത മുഴുവനും മാറ്റി അർജുനനെ കർമ്മോത്സുകനാക്കി തീർത്തു, ഉജ്ജ്വല ഹൃദയനാക്കി തീർത്തു, ഉത്സാഹഭരിതനാക്കി തീർത്തു കൃഷ്ണൻ. ഇതേ അധ്യാത്മോപദേശം കൊണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഉദ്ധവന് പറഞ്ഞു കൊടുത്ത് ഉദ്ധവനിൽ എല്ലാറ്റിനെയും വിട്ടുപോകാനുള്ള ഒരു മനസ്ഥിതി പ്രായമായ നിലയ്ക്ക് അതും വളർത്തണത്. അങ്ങനെ നിങ്ങളുടെ സന്ദർഭവും സൗകര്യവും എന്തോ അതിനനുസരിച്ച് വിനിയോഗിക്കുന്നതുമാണ് ഈ വിശേഷപ്പെട്ട ഉപദേശം എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇത് കുട്ടികളെ ഇതിനെ എക്സ്പോസ് ചെയ്യരുത്.
വയസ്സായവരെ എക്സ്പോസ് ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങൾ എത്ര ആളാണ് വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ വെറുതെ അസംബന്ധമൊന്നും പറയരുത് കേട്ടോ. അധ്യാത്മജ്ഞാനത്തിനോട് എമ്മാതിരിയുള്ള അലസത, ഉദാസീനത, വൈമനസ്യം ആർക്ക് ഏത് വയസ്സിൽ എപ്പോഴായാലും ഇതിൽ പ്രവേശമുണ്ടാവണം. ദി ഏർലിയർ ദ ബെറ്റർ, ദ സൂണർ ദ ബെറ്റർ. എത്രയും വേഗം നിങ്ങളിതിനെ എക്സ്പോസ് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതാണ് എന്നുള്ളൊരു വിചാരം നമ്മുടെ ഗൃഹസ്ഥ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ആ ഗൃഹസ്ഥവർഗം അവരിൽ വരുന്നത് വരെ നമ്മുടെ രാജ്യമോ നമ്മുടെ നാടോ നാട്ടുകാരോ നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും അധികം തിരുത്തപ്പെടേണ്ടത് ഗൃഹസ്ഥന്മാരുടെ മനസ്സും പരിഗണനകളും അവരുടെ മൂല്യബോധവുമാണ്. അവിടുന്നാണ് സന്യാസിമാർ പോലും ജനിക്കുന്നത്. ഇപ്പം നമ്മുടെ മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ പലയിടത്തിലും നമുക്ക് അഴിമതി, അക്രമം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ അഴിമതിയും അക്രമവും എവിടുന്നാണ് തുടങ്ങുന്നത്? നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന്, ഗൃഹത്തിൽ നിന്ന്, നഴ്സിംഗ് ഹോമിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെയാണ് ഈ പ്രസവം എന്ന് പറയുന്നത് നടക്കുന്നത്. ആ പ്രസവത്തിന് മുൻപ് ഹോസ്റ്റ് ചെയ്യണത് നിങ്ങളുടെയൊക്കെ ഗർഭപാത്രമാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ദുഷ്ടതയ്ക്കും ഉറവിടം നിങ്ങളുടെ എല്ലാവരുടെയും മാറും വയറുമാണെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഗൃഹസ്ഥന്മാർ നന്നായാലേ ഗുണമുള്ളൂ. ഒരു സമുദ്രത്തെ ആശ്രയിച്ചിരിക്കുന്നു എല്ലാ ജലാശയങ്ങളും. അതുപോലെ ഗൃഹസ്ഥാശ്രമത്തെ ആശ്രയിച്ചാണ് സർവ്വ ആശ്രമങ്ങളും നിലകൊള്ളുന്നത്. പ്രേക്ഷകരെ, നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിൽ ഓർമ്മയുണ്ടോ നാം എന്താ ഇവിടെ തുടങ്ങിയത്, എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്? മുക്തിസുധാകരം. എന്താ ഈ മുക്തിസുധാകരം? 12 സ്കന്ധങ്ങളുള്ള ശ്രീമദ് ഭാഗവതത്തിൽ മുക്തിസ്കന്ധത്തെ പറ്റിയിട്ടുള്ള വിശദമായ എന്ന് തന്നെ പറയട്ടെ ഒരു പ്രതിപാദനം. ഈ പ്രതിപാദനം കേൾക്കുന്തോറും നിങ്ങൾക്ക് മുക്തി അനുഭവപ്പെട്ടു തുടങ്ങണം. എന്താണ് ഈ മുക്തി? മനസ്സിനും ബുദ്ധിക്കുമുള്ളതാണ്. മനസ്സിലുള്ള മുക്തി എന്താ? എല്ലാ വിധത്തിലുള്ള ആവലാദികളും മോഹങ്ങളും കെട്ടുകൂട്ടുകളും സംഘർഷങ്ങളും ഒക്കെ പോയി കിട്ടുക മനസ്സിൽ. ബുദ്ധിക്കോ ഒരു കാര്യത്തിനെ കുറിച്ചും ഒരു സംശയമോ ഭ്രമമോ ഉണ്ടാവരുത്. ഈശ്വരനെ കുറിച്ചായാലും തന്നെക്കുറിച്ചായാലും ലോകത്തെക്കുറിച്ചായാലും ബന്ധനം, മോക്ഷം, ജീവൻ മുക്തി, ഇങ്ങനെ പല ആശയങ്ങളും ഉണ്ടല്ലോ. അത് മുഴുവനും മനസ്സിൽ വളരെ വ്യക്തമാവണം. എൻ്റെ പ്രേക്ഷകർക്ക് ഇനി ഭഗവാൻ ആരാ എന്നുള്ളൊരു ചോദ്യം ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കരുത്. പലരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, സ്വാമിജിയുടെ ഈ തത്വപ്രവചനം കൊണ്ട് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നേട്ടം, ഇതെപ്പോൾ ആശ്രമത്തിൽ ഇനി പോകാണ്ടിരിക്കുക 2 ദിവസം താമസിച്ചിട്ട്, ഈശ്വരൻ ഉള്ളിലാണെന്നും സാക്ഷാത്കരിക്കേണ്ട സ്ഥലം അവനവൻ്റെ ഹൃദയമാണെന്നും മനസ്സിലായി. അതവർക്ക് വളരെ വ്യക്തമായി അത്രേ. പിന്നെ ഒരാൾ പറയുകയാണ്, ശ്രീമദ് ഭാഗവതം വായിക്കുന്ന ഒരാളാ, പ്രവചനത്തിനും പോവാറുണ്ട്, പ്രായമായിട്ടുള്ള ഒരാൾ. അവർ പറയുകയാണ്, എന്താ പറയണതെന്നറിയോ? ഈ ശ്രീമദ് ഭാഗവതത്തിനെ പറ്റി സ്വാമിജി പറയുന്ന സമയത്ത് ആ പദങ്ങളും സംയുക്ത പദങ്ങളുമെല്ലാം വളരെ വേറെടുത്തി വിശദമായി വിവരിച്ച് തരുമ്പോൾ ആ കാര്യം അങ്ങനെ ഉള്ളിൽ പതിയുന്നു എന്ന് മാത്രമല്ല, പിന്നെ വായിക്കുമ്പോൾ നല്ല പോലെ മനസ്സിലാവുന്നു. ആധികാരികമായി വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം എന്നുവരെ ആവുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായമാണ്. എന്തിനാ ഞാനിത് പറയണത്? ഇതൊക്കെ ഇവരിവിടെ വന്ന് എന്നോട് പറയണതാ. പറയാത്തവരാണല്ലോ നിങ്ങൾ ലക്ഷോപലക്ഷം പ്രേക്ഷകർ. അപ്പം നിങ്ങളോട് ഞാൻ എൻ്റെ മനസ്സിലുള്ളതും എൻ്റെ അനുഭവം പറയുക എന്ന് മാത്രം. ഇതിൽ കുഴപ്പമെന്താണെന്നറിയോ? നിങ്ങളാരും എന്നോട് പറയണില്ല എന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളെ എന്താ പറയേണ്ടത്? മുഴുമടിയന്മാരെന്ന് പറയണോ, ഉദാസീനന്മാരെന്ന് പറയണോ, അലസന്മാരെന്ന് പറയണോ? അങ്ങനെ ആലസ്യവും ഉദാസീനതയും ഒക്കെ മനസ്സിൽ നിന്ന് പോയി വളരെ ശുഷ്കാന്തിയോടുകൂടി ഉജ്ജ്വല ഹൃദയത്തോടു കൂടി നിങ്ങൾ ഇരിക്കണം. നാം ഇപ്പം നടത്തുന്ന മുക്തിസുധാകരമുണ്ടല്ലോ, ആ മുക്തിസുധാകരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 235 അല്ലെങ്കിൽ 35-ലേറെ നമ്മുടെ സർഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്ര നാളായി നാം പറഞ്ഞു വന്നത് എന്താ? ശരിയായിട്ടുള്ള മുക്തിസ്കന്ധം. കൃഷ്ണ പരമാത്മാവ് ഉദ്ധവനോട് ഉപദേശിക്കുന്ന ആ രംഗമുണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ ഏകാദശത്തിൽ 24 അധ്യായം. അതിനോട് കിടപിടിക്കാവുന്ന ഒരു ഉപദേശമാണ്. കിടപിടിക്കാന്നൊക്കെ ഈ തത്വോപദേശത്തെ സംബന്ധിച്ച് പറയാൻ പാടില്ല. എന്നാലും അതോടൊപ്പത്തിനൊപ്പം നിൽക്കുന്നതായ ഒരു ഭാഗമാണ് നവയോഗിയും നിമിചക്രവർത്തിയുമായി നടന്ന സംവാദം. അതിൻ്റെ മഹാത്മ്യം ഒട്ടും കുറവല്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ വ്യാസമഹർഷി, ശുകദേവൻ എല്ലാവരും അത് കൃഷ്ണപരമാത്മാവിൻ്റെ ഉദ്ധവനുള്ള ഉപദേശത്തിന് തൊട്ടു മുൻപ് ചേർത്തത്. സാധാരണ പറയും കൊമ്പന് പിൻപും വമ്പന് മുൻപും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കൊമ്പൻ്റെ പിന്നിൽ നിൽക്കുക അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുക. വമ്പൻ്റെയും പിന്നിലും മുമ്പിലും എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഒരു വലിയ കയറ്റി എഴുന്നള്ളിക്കാൻ വലിയ ഉയരത്തിൽ തലയെടുപ്പോടുകൂടി നല്ല കൊമ്പ് അച്ചുമട്ടൊക്കെയുള്ള കൊമ്പോടുകൂടി ഒരു ഗജവീരനെ കൊണ്ടു നിർത്തി പട്ടം കെട്ടി അവിടെ നിർത്തി. അതിൻ്റെ തൊട്ടടുത്തോ ഒരു ചെരിഞ്ഞ കൊമ്പോടുകൂടി ഒരു ആനയെ നിർത്തിയാൽ നന്നാവോ? നന്നാവില്ല. അതാണ് ഈ വമ്പന് മുമ്പും കൊമ്പന് പിൻപും എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണപരമാത്മാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്തിമമായിരിക്കുന്ന ഉപദേശം, ഏറ്റവും വിശേഷപ്പെട്ട ഭക്തൻ ഉത്തമോത്തമനായിരിക്കുന്ന ഉദ്ധവന് കൊടുക്കുന്ന ഉപദേശം വളരെ നീണ്ടു നിൽക്കുന്നതാ. ഭഗവത്ഗീതയിൽ ഞാൻ പറഞ്ഞതുപോലെ 18 അധ്യായമാണ്, ഇതിലോ 24 അധ്യായമാണ്. 10,000 ചില്ലാനം ശ്ലോകങ്ങൾ അതിൽ കാണും. ആ ഉപദേശത്തിന് മുൻപാണ് കൊടുത്തത്. അതൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ എവിടെയാ? ദ്വാരകയിലാണ് സംഭവം നടക്കുന്നത്. എവിടെ? ദ്വാരക. നിങ്ങളൊക്കെ വൈകുണ്ഠം വൈകുണ്ഠം എന്ന് കേട്ടിട്ടുണ്ടാവും. അത് സാങ്കല്പികമായിരിക്കുന്ന ഒരു ലോക. അതെവിടെയാ? ഭൂമിയിൽ മുകളിലേക്ക് പോകണം, ആകാശത്തിൽ. ശരീരം വിട്ടതിന് ശേഷം കിട്ടാൻ പോകുന്ന ഒരു ലോകമാണ് ഈ വൈകുണ്ഠം എന്ന് പറയുന്നത്. ആ വൈകുണ്ഠത്തിന് ശരിയായിട്ടുള്ള അർത്ഥം പറഞ്ഞു ഒരു ദിവസം ഞാൻ. വികുണ്ഠസ്യ ഭാവ വൈകുണ്ഠം എന്ന് പറയുണ്ടായി. അത് പറഞ്ഞപ്പോൾ പലരും എന്നെ വിളിച്ചു, സ്വാമിജി വൈകുണ്ഠത്തിന് അർത്ഥം പറഞ്ഞുവല്ലോ, വളരെ വിശേഷമായി, ഞങ്ങൾക്ക് ഇപ്പോഴേ കാര്യം മനസ്സിലായുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആര്? മടിയില്ലാത്തവര്. മടിയന്മാരായ നിങ്ങൾ പറഞ്ഞിട്ടില്ല, മടിയില്ലാത്തവരാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെയായി. ഈ വൈകുണ്ഠം പോലെയല്ല ദ്വാരക എന്ന് പറയുന്നത്. ദ്വാരക എന്ന് പറയുന്നത് ഒരു ചരിത്ര സ്ഥലമായിരുന്നു. ആ ദ്വാരകയുടെ ഭാഗമാണല്ലോ ബോംബെ, ആ പശ്ചിമ തീരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ. അതിപ്പോൾ വെള്ളത്തിന് അടിയിലായി. ആ ദ്വാരകയിൽ വിശേഷപ്പെട്ട മണിമാളികകളെല്ലാം കെട്ടി, എന്താ പറഞ്ഞേ, മരതകപ്പച്ച കൊണ്ടുവന്ന് വിരിച്ചിട്ടുണ്ട്. നിരത്തില്, പൊതുനിരത്തില് മനുഷ്യർക്ക് വേണ്ടതുപോലെ നടക്കണം എന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ ദ്വാരകയെ പറ്റി വിവരിക്കുമ്പോൾ പറയുണ്ടായി. ചിലരൊക്കെ എന്നോട് പറഞ്ഞു, സ്വാമിജി ഈ ദ്വാരകാ വിവരണം കേട്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഈ നാഗരിക പട്ടണങ്ങളൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ പുത്തൻ പരിഷ്കാരാണെന്ന്. അപ്പൊ ദ്വാരകാ വിവരണം കേട്ടപ്പോ ഇതൊക്കെ പഴയ പരിഷ്കാര, പുത്തനായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്ന്. പ്രസംഗവശാൽ ഞാനത് പറയുകയാണ്. ആ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ താൻ എന്ത് ഉദ്ദേശത്തിന് വേണ്ടി മനുഷ്യജന്മം എടുത്തുവോ ആ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റിയതിന് ശേഷം വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉദ്ധവൻ ചെന്നത്. എപ്പോ? ബ്രഹ്മാവ് വന്ന് മടങ്ങി വരണം എന്ന് അപേക്ഷിച്ചപ്പോ ഞാനും അത് കണക്കാക്കിയിരിക്കുകയാണ്, എൻ്റെ കുലത്തിനെ കൂടി നശിപ്പിച്ചിട്ട് വന്നു കളയാം അതിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞത് കേട്ട് ഉദ്ധവന് മനസ്സമാധാനമില്ലാതെ എൻ്റെ മഹാപ്രഭു അങ്ങോട്ട് പോയാൽ ഈ ഉള്ളവൻ എന്തു ചെയ്യും എന്നുള്ള വേവലാതിയായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് എന്നെയും കൂട്ടത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണല്ലോ കൃഷ്ണന്റെ അടുത്ത് ചെന്നത്. അതിന് മറുപടിയായിട്ടാണ് ആദ്യം അദ്ദേഹം 6 ശ്ലോകങ്ങളിൽ പറയേണ്ടതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതിനുശേഷം ഉദ്ധവൻ അത് കേട്ടതിന് ശേഷം അങ്ങ് പറയുന്നത് മാതിരി ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യ ആവേശ്യ മനസ്സമ്യക് സമദൃഗ് വിചരസ്വകാം. എന്നെ മനസ്സിൽ നിർത്തിക്കൊണ്ട് സ്വജനങ്ങളോടും ബന്ധുജനങ്ങളോടുമുള്ള സ്നേഹബന്ധങ്ങളെയെല്ലാം വിട്ടുകളഞ്ഞ് ഉള്ളിൽ എന്നെ കാണുക, പുറത്ത് എന്നെ വിലാസമായി കാണുക. അങ്ങനെ ബദരികാശ്രമത്തിൽ ചെന്നിരുന്ന് തപസ് ചെയ്ത് എന്നെ ധ്യാനിക്കൂ, അതാണ് വഴി എന്ന് പറഞ്ഞപ്പോ അയ്യോ, അതിനുള്ള ബലം, അതിനുള്ള ശക്തി എനിക്കില്ലല്ലോ. ആ ശക്തി അങ്ങ് ഉണ്ടാക്കി തരണം. പറഞ്ഞ മാത്രയിൽ ഞാനത് ചെയ്യേണ്ടതാണ്. എൻ്റെ മഹാപ്രഭുവാണ് അങ്ങ്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ബന്ധങ്ങൾ കൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല, അത് നീക്കാൻ ഉപദേശിക്കണം എന്ന് പറഞ്ഞ് അങ്ങേപ്പോലെ ഉപദേഷ്ടാവ് ആരുമില്ല എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ നടത്തിയപ്പോഴാണല്ലോ കൃഷ്ണൻ തുടങ്ങിയത്. നിങ്ങൾ ഈ ഭാഗം നല്ല പോലെ മനസ്സിലാക്കണം. ഞാൻ പറയുണ്ടായി 3 ചരിത്ര സംഭവങ്ങളാണ് നമുക്ക് എന്ന്. എന്തൊക്കെയാ ചരിത്ര സംഭവങ്ങൾ?